नमः परमऋषिभ्यो नमः परमऋषिभ्यः। हरिः ओम्। अन्तरायतिमिरोपशान्तये शान्तपावनमचिन्त्यवैभवम् तन्नरं वपुषि कुञ्जरं मुखे मन्महे किमपि तुन्दिलं महः। गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः। गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिनीं व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। यस्यान्तन्नादिमध्यं न हि करचरणं नामगोत्रं न सूत्रं नो जातिर्नैव वर्णा न भवति पुरुषो न पुंसं न च स्त्री नाकारं नो विकारं न हि जनिमरणं नास्ति पुण्यं न पापं तत्त्वं नो तत्त्वमेकं सहजसमरसं सद्गुरुं तं नमामि। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। मौनव्याख्या प्रकटितपरब्रह्मतत्त्वं युवानं वर्षिष्ठान्तेव सदृशिगणैः आवृतं ब्रह्मनिष्ठैः आचार्येन्द्रं करकलितचिन्मुद्रमानन्दरूपं स्वात्मा रामं मुदितवदनं दक्षिणामूर्तिम् ईडे। वेदान्तार्थविभासकाये दये शान्ताय सन्न्यासिने नानावादिनगेन्द्रसङ्घपवये योगीन्द्रवन्द्याय च मोहध्वान्तदिवाकराय भगवत्पादाभिधां बिभ्रते तस्मै भाष्यकृते नमोऽस्तु सततं पूर्णाय बोधात्मने। अपार सच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि। देहं मृण्मयवज्जडात्मकमहं बुद्धिर्न तस्यास्त्यतो नाहं तत्तदभावसुप्तिसमये सिद्धात्मसद्भावतः। कोऽहं भावयुतः कुतो वरधिया दृष्ट्वात्मनिष्ठात्मनां सोऽहं स्फूर्तितया अरुणाचलशिवः पूर्णो विभाति स्वयं। योऽन्तः प्रविश्य मम वाचम् इमां प्रसुप्तां सञ्जीवयत् किल शक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यं। विशुद्धं परं सच्चिदानन्दरूपं गुणाधारमाधारहीनं सुमान्यं महान्तं विभान्तं गुहान्तं गुणान्तं सुखान्तं स्वयं धाम रामं प्रपद्ये। सदा राम रामेति नामामृतं ते सदा राममानन्दनिष्यन्दकन्दं पिबन्तं नमन्तं सुदन्तं हसन्तं हनुमन्तमन्तर्भजेतं नितान्तम्। ചുവട്ടിലിരിക്കുകയാണെങ്കിൽ അങ്ങനെ വരാം, അല്ലെങ്കിൽ മുകളിൽ പോയിരിക്കാം. സ്ഥലം ഉണ്ട്, ഇനിയും കുറെയൊക്കെ നടുക്കൊക്കെ കുറച്ച്. दिवि भूमौ तथाकाशे बहिरन्तश्च मे विभुः
യോ വിഭാതി അവഭാസാത്മാ തസ്മൈ സർവാത്മനേ നമഃ. നമ്മുടെ സത്സംഗ പരമ്പര 2 ദിവസമായി തുടങ്ങിയിട്ട്. പക്ഷെ ഇവിടെ ഇപ്പോഴാണ് പ്രഖ്യാപിച്ച വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. വിഷയം പേര് നിർവാണ രാമായണം. എന്നാണ് വിഷയം. സാമാന്യമായി രാമായണം തന്നെ. രാമകഥയുടെ ഒരു ഭാഗം വാൽമീകി മഹർഷിയാൽ വിരചിതമായ യോഗവാസിഷ്ഠം രാമായണത്തിനേക്കാളും വലിയ ഗ്രന്ഥമാണ്. രാമായണം 24,000 ശ്ലോകമാണെങ്കിൽ യോഗവാസിഷ്ഠം 32,000 ശ്ലോകമാണ്. രണ്ടും കൂടെ 56,000 ശ്ലോകം. അങ്ങനെ വേണം കണക്കാക്കാൻ. രാമായണത്തിൽ രാമകഥയ്ക്കാണ് പ്രാധാന്യം. വാസിഷ്ഠത്തില് രാമന്റെ വഴി, അകമേയുള്ള അനുഭവത്തിന്റെ വഴി, ജ്ഞാനത്തിനാണ് പ്രാധാന്യം. വാൽമീകിയുടെ രാമൻ ഒരു മനുഷ്യനാണ്. വാൽമീകി ചോദിക്കുന്നതും നരം എന്നാണ്. മനുഷ്യനെയാണ് ചോദിക്കുന്നത്. ഈശ്വരനാണ് അവതരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയനമൊന്നുമില്ല. വഴിയില്ല. കണ്ട് ഭക്തി ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വാൽമീകി ചോദിക്കുന്നത് അയനമാണ്, വഴിയാണ്. വാൽമീകി രാമായണത്തിന് പല സവിശേഷതകളുണ്ട്. ഭാഗവതാദി പുരാണങ്ങൾ പോലെ അതൊരു പുരാണമല്ല. ഇതിഹാസം എന്നാണ് നമ്മൾ പറയുന്നത്. ഇതി ഇഹ ആസ. ഇവിടെ ഇങ്ങനെ സംഭവിച്ചു, ഉണ്ടായിരുന്നു, നടന്നു, അങ്ങനെയാണ്. ഒരു ധ്യാന ശ്ലോകം പോലും വാൽമീകി രചിച്ചില്ല. ഒരു കൃതി ആരംഭിക്കുമ്പോൾ സത്യം പരം ധീമഹി എന്ന് ഭാഗവത ആരംഭിക്കുന്ന പോലെ ഒരു ധ്യാന ശ്ലോകം പോലും ഇല്ല. വളരെ പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാം. രാമായണം അങ്ങനെ പൊടുന്നനെ ആരംഭിക്കുകയാണ്. തൃശ്ശൂര് പറയോ പൊടുന്നനെ എന്ന് പറയൂ? ചിലപ്പോൾ നമ്മുടെ പാലക്കാട് ഭാഷയാവും. അപ്പൊ അങ്ങനെ പൊടുന്നനെ ആരംഭിക്കുകയാണ്. തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാംബരം നാരദം പരിപപ്രച്ഛ വാഗ്മീകിർ മുനിപുംഗവം. ധ്യാനശ്ലോകമൊന്നുമില്ലെങ്കിലും ഇതിനേക്കാളും ഗംഭീരമായ ഒരു ധ്യാനശ്ലോകം ഉണ്ടാവാൻ സാധ്യമല്ല.
തപസ്വാധ്യായനിരതം. ഒരു മഹർഷി എങ്ങനെ ഇരിക്കണം ഇതുകൊണ്ട് തന്നെ അർത്ഥമായി. ഫസ്റ്റ് വരുന്ന വാക്ക് തപഹ എന്നാണ്. തപസ് എന്നാണ് ആരംഭിക്കുന്നത്. രാമായണം മുഴുവനും തപസ്സിന്റെ മണമാണ്. പറയാതെ പറയുന്ന തപസ്സിന്റെ മണമാണ് രാമായണത്തില്. തപഹ എന്നുള്ള ശബ്ദത്തിന് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്താൽ, ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്താൽ ഓസ്റ്റിരിറ്റി, പെനാൻസ്, പിന്നെന്താ പറയാ, അങ്ങനെയൊക്കെ പറയേണ്ടി വരും. പക്ഷേ തപഹ എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാൻ എന്നർത്ഥം. വിഷ്ണു സഹസ്രനാമത്തിനൊരു നാമമുണ്ട്. ഉപനിഷത്ത് തന്നെ തപഹ എന്നുള്ള ശബ്ദത്തിന് തപോ ബ്രഹ്മേതി സ തപോ തപ്യത, തപസ് തന്നെ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു ശ്രുതി. തപസ് തന്നെ ബ്രഹ്മത്തിന്റെ സ്വരൂപം ആണ്. അപ്പോ തപഹ എന്ന് ആരംഭിച്ചാൽ ഭഗവത് സ്മരണയോട് ആരംഭിച്ചു എന്നർത്ഥം. തപസ്സും സ്വാധ്യായവും. തപസ്വാധ്യായനിരതം. സ്വാധ്യായം എന്ന് വെച്ചാൽ അവരവർക്ക് അനുകൂലമായിട്ടുള്ള വേദഭാഗം അല്ലെങ്കിൽ ഉപനിഷത് ഭാഗം. നമുക്കൊക്കെ തന്നെ പ്രതിദിനം എന്തെങ്കിലുമൊക്കെ ഒരു തപസ്വാധ്യായം വേണം. അതാണ് ജീവിതത്തിന് മുഖ്യമായിട്ടുള്ളത്. സ്വാധ്യായവും തപസ്സും. പ്രത്യേകിച്ച് റിട്ടയർ ആയി കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യം വേണം. എന്താ വേണ്ടത്? തപസ്, സ്വാധ്യായം. തപസ് എന്ത് ചെയ്യും? തപസ് പല വിധത്തിലുണ്ട്. എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഹാര നിയമം, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക, സ്നാനം, ശൗചം, സന്ധ്യോപാസന, ജപം. അതോടുകൂടെ സ്വാധ്യായം എന്താ? ഭഗവത്ഗീതയോ ഭാഗവതമോ പലരും ചെയ്യുന്നുണ്ട്. നിത്യപാരായണത്തില് അലൗകിക ഗ്രന്ഥങ്ങളെ, ഋഷിപ്രോക്തങ്ങളായ ഗ്രന്ഥങ്ങളെ നിത്യപാരായണത്തിൽ വെക്കുക. മനസ്സിനെ ഒരു ലോവർ ലെവലിൽ നിന്ന് ഉയർത്തിപ്പിടിക്കുന്നതാണ് തപസ്. ഇറ്റ്സ് എ പ്ലെയിൻ ഓഫ് കോൺഷ്യസ്നസ്. അത് വളരെ വളരെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതോറും തപസ് എന്നുള്ള ശബ്ദം തന്നെ നമുക്ക് ജ്ഞാനമായിട്ട് തീരും. തപസ് എന്ന് വെച്ചാൽ വളരെ ആദ്യം ചിലർക്കൊക്കെ രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നതേ തപസ്സാണ്. 4 മണിയല്ല, ചിലർക്ക് രാവിലെ 7 മണിക്ക് എണീക്കുക എന്നുള്ളത് തന്നെ തപസ്സാണ്. അപ്പോ അവിടുന്ന് തൊട്ട് തുടങ്ങണം അല്ലേ? ബ്രാഹ്മേ മുഹൂർത്തേ ഉത്ഥായ കൃതസ്നാനോ ശുചി. രാവിലെ വളരെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനം ചെയ്ത് ജപധ്യാനാദി അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് ഒരു തപസ്സാണ്. ഇത് എന്നെങ്കിലും ഒരു ദിവസമോ ശബരിമലയ്ക്ക് മാലയിടുമ്പോഴോ മാത്രമല്ല. നോക്കൂ, ശബരിമലയ്ക്ക് മാലയിട്ടിട്ട് ഒരു 40 ദിവസമൊക്കെ ഉണ്ടല്ലോ. ഒരു ആളുകൾക്ക് ആ തപസ്സിന്റെ ഒരു രുചിയുണ്ട് നമ്മുടെ ആളുകൾക്ക്. അതുകൊണ്ടാണ് ഇന്ന ജാതി എന്നൊന്നുമില്ല. പ്രത്യേകിച്ചും ബ്രാഹ്മണരൊന്നും ആയിരിക്കില്ല. അവരുടെ ഇടയിൽ കൂടുതൽ നിഷ്ഠയോടെ ഞാൻ കണ്ടിട്ടുണ്ട് പഴയ കാലത്ത്. ഇപ്പം എന്താ സ്ഥിതി എനിക്കറിയില്ല. നമ്മുടെ പലരും കണ്ടിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ അവർ സിഗരറ്റ്, കള്ളു കുടിക്കില്ല. സിഗരറ്റിൻ്റെ കാര്യം പറയാൻ വയ്യ. കള്ളു കുടിക്കില്ല. മാല അഴിച്ച് അടുത്ത ദിവസം കുടിച്ചിട്ട് വരും. അങ്ങനെയുള്ള ആളുകളെയൊക്കെ അറിയാം ഞങ്ങൾക്ക്. ഞങ്ങളുടെ അവിടെ ഒരു അമ്പലത്തിൽ പൂ കെട്ടുന്ന ഒരു പണ്ടാറുണ്ടായിരുന്നു. പണ്ടാരെന്നാ പറയാം. നമ്മളിപ്പോൾ ഇങ്ങോട്ടൊക്കെ വാരരെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാ. അദ്ദേഹം ശബരിമലയ്ക്ക് മാലയിട്ട് കഴിഞ്ഞാൽ തപസ്വിയാണ്. പക്ഷെ അത് കഴിഞ്ഞ അടുത്ത ദിവസം 40 ദിവസം വ്രതചര്യയോടെ ഇരിക്കും. അപ്പോൾ ഒരു ചെറിയ തപസ് ഉണ്ടാവുകയാണ്. കുറച്ചു നേരത്തേക്ക് ഒരു തപസ് ഉണ്ടാവുകയാണ് ജീവിതത്തിൽ. അപ്പൊ ഏകാദശി വ്രതം ഒരു തപസ്സാണ്.
ആഹാരം ചിലര് ശുദ്ധ ഉപവാസമായിരിക്കും, ചിലര് ഏകാദശി നോറ്റ് അപ്പനെ ഏകാദശി നോറ്റ് ഇല്ലം മുടിഞ്ഞു എന്നൊരു ചൊല്ലുണ്ട്. എന്നുവെച്ചാൽ ഏകാദശിക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച്. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ ഏകാദശി വ്രതം ഇങ്ങനെയൊക്കെ പലതും ഒക്കെ ഓരോരോ തപസ്സാണ്. ഇതൊക്കെ ഫിസിക്കലായിട്ട് ചെയ്യുന്ന തപസ്സാണ്. ഗീതയിൽ ഭഗവാൻ 3 വിധത്തിൽ തപസ് പറഞ്ഞു. ദേഹം കൊണ്ട് ചെയ്യുന്ന തപസ്, വാക്കുകൊണ്ട് ചെയ്യുന്ന തപസ്, മനസ്സുകൊണ്ട് ചെയ്യുന്ന തപസ്. അനുദ്വേഗകരം വാക്യം ആർക്കും മറ്റുള്ളവർക്ക് വിഷമുണ്ടാവാ. ആരംഭത്തിൽ എന്താ? ദേവദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ശൗചം ആർജവം ബ്രഹ്മചര്യം അഹിംസാച്ച ശാരീരം തപ ഉച്ചത്തെ. ശരീരം കൊണ്ടുള്ള തപസ്. ദേവപൂജ ചെയ്യാം. പ്രതിദിനം വീട്ടില് എന്തെങ്കിലും ഒരു ദേവപൂജ. പണ്ടൊക്കെ പഞ്ചായതന പൂജ ഒരുപാട് വീടുകളിൽ ഉണ്ടാവും. ശിവപഞ്ചായതന പൂജ, ശിവപഞ്ചായതനം എന്നാണ് പറയാ. പക്ഷെ അതിൽ ശാളഗ്രാമം ധാരാളം ഉണ്ടാവും. കുട്ടികളൊക്കെ ഇതൊക്കെ കണ്ടു വളരണേ. വീട്ടില് വലിയവര് പൂജ ചെയ്യണത് കണ്ടു കുട്ടികൾ വരണം. ഞങ്ങളുടെ അവിടെ ഒരു വലിയ പണക്കാരാണ് അവര്. അടുത്തൊരു ഗ്രാമം. അവിടെ അവർ പൂജ ചെയ്യും. ഭംഗിയായിട്ട് ഭക്തിയോടെ പൂജ ചെയ്യും. ഈ പൂജ കഴിഞ്ഞ് സാളഗ്രാമം, ധാരാളം സാളഗ്രാമമുണ്ട്. കുട്ടികൾ കളിക്കാൻ എടുത്തുള്ളൂ, ഉരുട്ടി കളിക്കാനേ ശാളഗ്രാമം. അദ്ദേഹം പറയും അങ്ങനെയെങ്കിലുമൊക്കെ ഭഗവാനെ വെച്ച് കളിക്കട്ടെ. അപ്പൊ കുട്ടികൾ ഇതൊക്കെ കണ്ട് രസിച്ച് ആ സംസ്കാരത്തോടുകൂടെ വളരെയാണ്. അപ്പോ ദേവപൂജ അതൊരു സുഖമാണ്. പ്രത്യേകിച്ച് റിട്ടയറായി കഴിഞ്ഞ ആളുകൾക്ക് ഇനി എന്താ ചെയ്യാൻ സമയമില്ല. നേരത്തെ പോയി കുറച്ച് പുഷ്പം പറിച്ചുകൊണ്ട് വന്നു, സ്നാനം ചെയ്തു, ഭഗവാൻ ആരാധന ചെയ്തു, ആരത്തി ചെയ്തു, ഭഗവാന്റെ മുമ്പിലിരുന്ന് കീർത്തനം ചൊല്ലി അവിടെ തന്നെ ഇരുന്ന് ജപം ചെയ്തു, അനുഷ്ഠാനം ചെയ്തു. ഇതൊക്കെ ദേവപൂജ. ദ്വിജപൂജ, ബ്രാഹ്മണ പൂജ. ബ്രാഹ്മണനെ ആദരിക്കുക. വേദാധ്യയനം ചെയ്ത സംസ്കാര സമ്പന്നനായ ഗുരുതുല്യനായ ബ്രാഹ്മണനെ ആദരിക്കുക. ഇനിയിപ്പോ ദേവദ്വിജ ഗുരു, അവനവന് നേരിട്ട് ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരുവിനോടുള്ള ഭക്തി. പിന്നെ പ്രാജ്ഞൻ, ജ്ഞാനി. ജ്ഞാനി ആര് വേണമെങ്കിലാവട്ടെ, എവിടെ വേണമെങ്കിലാവട്ടെ, അവിടെ ജ്ഞാനിയെ ആദരിക്കൽ പൂജിക്കൽ. ഇതൊക്കെ ശരീരം കൊണ്ട് പൂജിക്കണം, ശരീരം കൊണ്ട് ചെയ്യേണ്ടതാണ്. അവർക്കൊക്കെ ഏത് വിധത്തിൽ പൂജിക്കണോ അങ്ങനെ പൂജ ചെയ്യുന്നത് ഒരു തപസ് എന്ന് പറയും. പിന്നെന്താ? പിന്നെ ശൗചം, അത് പറഞ്ഞു, സ്നാനം, സ്നാനാദികൾ. ആർജവം, വളരെ നേരെ ഉള്ള പ്രവർത്തനം, ഒന്നും മറച്ചു വെക്കാതെയുള്ള ജീവിതം. ബ്രഹ്മചര്യം, ശരീരം കൊണ്ടുള്ള ബ്രഹ്മചര്യം. അഹിംസാച്ച്, ആരെയും ഹിംസിക്കാതെ ഇരിക്കുക, ഒരാളെയും ദ്രോഹിക്കാതെ ഹിംസിക്കാതെ ഇരിക്കാം. ഇത് തന്നെ ഒരു വലിയ തപസ്സാണ്. ഒരു ഗാന്ധിയൻ ഒരു ആള് ഉണ്ടായിരുന്നു, നല്ല മനുഷ്യൻ. അദ്ദേഹം അഹിംസാവാദിയായിരുന്നു. അപ്പോൾ ആരെയും ഹിംസിക്കരുത് എന്ന് വളരെയധികം സിദ്ധാന്തം. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു തരത്തിലൊരു വെളിച്ചപ്പാട്. അയാള് അച്ഛൻ്റെ എല്ലാ സിദ്ധാന്തത്തിനും എതിരാണ്. അങ്ങനെയൊക്കെ വരും. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ അഹിംസ ഒന്നും ശരിയാവില്ല. എൻ്റെ ഇത് ടിറ്റ് ഫോർ ടാറ്റ്. നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതേപോലെ തിരിച്ചു കൊടുക്കണം. നമ്മളെ ഇങ്ങോട്ട് ഹിംസിച്ചാൽ അങ്ങോട്ട് ഹിംസിക്കണം. അപ്പോൾ അച്ഛൻ നല്ല നർമ്മരസമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഒരു കാര്യം ചെയ്യും, എന്നെ കടിക്കണ കൊതുകിനെ പിടിച്ച് കടിക്കൂ. അത് രക്തം കുടിക്കുന്ന പോലെ തിരിച്ച് കൊതുകിനെ പിടിച്ച് രക്തം കുടിച്ചോളൂ. സാധിക്കുമെന്ന് എനിക്ക്. അപ്പോ അഹിംസാപ്രതിഷ്ഠായാം തത്സന്നിധൗ വൈരത്യാഗ. അഹിംസയിൽ പ്രതിഷ്ഠിതനായവന് ഉള്ളില് അസാമാന്യമായ ഒരു പ്രേമത്തിൻ്റെ, ഒരു ശാന്തിയുടെ, ഒരു
തപോ ഭൂമി അനാവൃതമാവും. ഒരു സാന്നിധ്യ ബലം വരും. അവരുടെ സന്നിധിയിൽ മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന ദ്വേഷം ഇതൊക്കെ പുറ്റുപോകും. അപ്പൊ ഇത് അഹിംസ, ഇതൊക്കെ ഫിസിക്കൽ തപസ്. വാക്കുകൊണ്ടുള്ള തപസ് ഒരാളെയും ഉദ്വേഗം ജനിപ്പിക്കാതിരിക്കുകയാണ്. ഉദ്വേഗം എന്ന് വെച്ചാൽ അവർ കേൾക്കുമ്പോൾ അവരുടെ മനസ്സ് ലോവർ ലെവലിലേക്ക് പോകുന്ന പോലെ ഒന്നും പറയരുത്. അവരുടെ മനസ്സിൽ വികല്പം ഉണ്ടാവുന്ന പോലെ ഒന്നും പറയരുത്. അപ്പോൾ വാക്കുകൊണ്ടുള്ള തപസ്സാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ഒരുപാട് മൗനം വന്നു പോകും. അതുകൊണ്ടാണ് പല കാര്യങ്ങളും പറയാതെ ചില മഹാത്മാക്കൾക്കൊക്കെ ചില വ്രതമുണ്ട്. ആരെങ്കിലുമൊക്കെ കാണാൻ വന്നാൽ അവർ ഭാഗവതമോ ഗീതയോ ഒക്കെ എടുത്ത് ഒരു അധ്യായം ഗീത വായിക്കും. ഇതാണ് എന്തുവാ, നിങ്ങൾ ഇരിക്കൂ, ഒരു അധ്യായം ഗീത വായിക്കുക, കേട്ടിട്ട് പോയിക്കൊള്ളാം, അല്ലെങ്കിൽ ഭാഗവതം വായിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. അപ്പോൾ വേറെ ഒരു വർത്തമാനവും ഇല്ല. ഇങ്ങനെയൊക്കെ ഒരു അനുഷ്ഠാനം വെച്ചോളാം. ചിലപ്പോൾ ആരും പിന്നെ വരികയില്ല. അങ്ങനെയാണെങ്കിൽ നല്ലതാണത്. ചിലരെ ഓടിച്ചു വിടാൻ നല്ല വഴിയാണ്. വന്നതും ഒരു ദശകം നാരായണീയം വായിക്കുക. അപ്പോൾ ഇത് ഉദ്വേഗമേ ഇല്ല. ആരെക്കുറിച്ചും, എന്നെക്കുറിച്ച്, ഇവനെക്കുറിച്ച്, അവനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ആ ഭഗവത് വിഷയം നമുക്ക് പറയാൻ അറിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ഭാഗം എടുത്ത് വരൂ, ഇരിക്കൂ, വായിക്കാം. അപ്പൊ സ്വാധ്യായവുമായി അനുദ്വേഗകരം വാക്യം സത്യം. സത്യം പറയുക, പ്രിയമായിട്ട് പറയുക, അത് വളരെ ബുദ്ധിമുട്ടാണ്. സത്യവും പറയണം, പ്രിയവും പറയണം എന്നാണ് വിധി. പക്ഷേ പലപ്പോഴും സത്യം പ്രിയമായിരിക്കില്ല. രാമായണത്തില് വിഭീഷണൻ പറയണത് സത്യമായിരിക്കും, ഹിതമായിരിക്കും, പക്ഷെ പ്രിയമാവില്ല. നിങ്ങൾക്ക് നല്ലതായിരിക്കും, ചിലപ്പോൾ പ്രിയമായിരിക്കണമെന്നില്ല എന്നാണ്. ഹിതം തഥ്യം ത്വഹം ബ്രൂമി ദീയതാമസ്യ മൈഥിലി. മൈഥിലിയെ തിരിച്ചു കൊടുക്കൂ, ഹിതമായിട്ടുള്ള സത്യമാണ് ഞാൻ പറയണത് നിനക്ക്. അപ്പൊ അത് കേട്ടില്ല. അപ്പൊ സത്യമായിരിക്കണം, ഹിതമായിരിക്കണം. പ്രിയം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിതം, എല്ലാവർക്കും നല്ലതായിട്ടുള്ളത്, മംഗളമായിട്ടുള്ളത്. അപ്പോ അതാണ് പ്രിയം, സത്യം, പ്രിയം. പിന്നെ എന്താ? അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചെയ്യത് സ്വാധ്യായ അഭ്യസനം ചെയ്യുക. പറഞ്ഞു കഴിഞ്ഞു. വാങ്മയം, ഇത് വാക്കുകൊണ്ടുള്ള തപസ്സാണ്. മനസ്സുകൊണ്ടുള്ള തപസ് മനഃപ്രസാദ. ഏറ്റവും വലിയ തപസ് എന്താ അറിയോ? മനസ്സ് പ്ലസന്റായിട്ട് ശാന്തമായിട്ട് വെച്ചുകൊണ്ടേയിരിക്കുക. അതിന് ഡിസ്റ്റർബൻസ് ലോകത്തുനിന്ന് വന്നുകൊണ്ടേയിരിക്കും. നമ്മളുടെ പ്രാരബ്ധം കൊണ്ടും പുറം ലോകത്ത് നിന്നും നമ്മളുടെ തന്നെ ഉള്ളിൽ നിന്നും 3 സ്ഥലത്തു നിന്നും വരും. ഈ വിഷമങ്ങളൊക്കെ വരുമ്പോഴും ആ വിഷമങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടാതെ മനസ്സിനെ വീണ്ടും 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 ശാന്തമായി, യോഗശക്തവൃത്തി നിരോധ, നിശ്ചലമായി പ്രശാന്തമായിട്ട് വെച്ചുകൊണ്ടിരിക്കാനുള്ള ഉദ്യമം ഒരു വലിയ തപസ്സാണ്. അപ്പോ മനഃപ്രസാദ. ചെയർ വല്ലതുണ്ടെങ്കിൽ അവിടെ ഇട്ട് കൊടുത്താൽ അവര് വയസ്സായ ആളുകൾക്ക് നിൽക്കുന്നുണ്ട്. വല്ലതുണ്ടോ ചെയർ? ഈ ചോട്ടിലിരിക്കണവർക്ക് ഇവിടെ ഇരിക്കാം. മനഃപ്രസാദ സൗമ്യത്വം, സൗമ്യഭാവം, നല്ല ശാന്തമായ സരളമായ ഭാവം, സൗമ്യത്വം. മൗനം, മൗനം ഒരു തപസ്സാണ്. നോക്കൂ, മൗനം വാക്കിന്റെ അല്ല, മാനസിക തപസ്സാണ്. അപ്പൊ മൗനം എന്ന് പറയുമ്പോൾ ഈ അഹങ്കാരം ഉദയം ചെയ്യാത്ത നിശ്ചലത്തിനെയാണ് ഇവിടെ മൗനം എന്ന് പറഞ്ഞത്. അല്ലാതെ അല്ലെങ്കിൽ വാചിക തപസ്സിൽ പറയണം മൗനത്തിനെ, മൗനവ്രതം അങ്ങനെ പറഞ്ഞില്ല. അപ്പോ മൗനം എന്ന് പറയുമ്പോൾ മുനിയുടെ ഭാവം, ധ്യാനഭാവം, അഹങ്കാര ഉദയാഭാവ തപഃ. അഹങ്കാരം ഉദിക്കാത്ത സ്ഥിതി, ഞാൻ എന്നുള്ള അഭിമാനവൃത്തി ഉദിക്കാത്ത സ്ഥിതി. നമ്മൾ ഹരിനാമകീർത്തനത്തിൽ പറയേണ്ട വിഷയം അതൊരു തപസ്സാണ്.
ആത്മവിനിഗ്രഹ, നല്ല നിയമനം, ഇന്ദ്രിയ നിഗ്രഹം, ഇതൊക്കെ മാനസിക തപസ്സാണ്. മൗനം ആത്മവിനിഗ്രഹ ഭാവസംശുദ്ധി, വളരെ വളരെ മുഖ്യം. നമ്മൾ ജീവിക്കുന്നത് ഫിസിക്കൽ ബോഡിയിൽ വളരെ കുറച്ചാണ്. 90% നമ്മൾ ജീവിക്കുന്നത് ഭാവലോകത്തിലാണ്. ശരീരത്തിന്റെ മണ്ഡലത്തിൽ വളരെ കുറച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. 90% നമ്മളുടെ ജീവിതം ഭാവലോകത്തിലാണ്. ആ ഭാവലോകത്തിൽ എന്തെങ്കിലുമൊക്കെ കളങ്കം പറ്റിപ്പോയാൽ നമുക്ക് ദുഃഖം ഉണ്ടാവും. അതുകൊണ്ട് ഭാവലോകത്തിനെ വളരെ 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 ജാഗ്രതയോടുകൂടെ സംരക്ഷിച്ചു കൊണ്ടുപോകണം. ഭക്തിയിൽ, പ്രത്യേകിച്ച് ഉപാസനയിൽ ഭാവലോകം വളരെ പ്രധാനമാണ്. ഭാവന എന്ന് പറയാം നമുക്ക്. ശിവാനന്ദ ലഹരിയിൽ ശങ്കരാചാര്യർ പറഞ്ഞു, ഒരു കൊച്ചു കുട്ടിയെ, ജനിച്ച കുട്ടിയെ എത്ര ടെൻഡർ ബേബി, അതിനെ എങ്ങനെ ജാഗ്രതയോടെ നോക്കണോ അതുപോലെ ഒരു യോഗി ഭാവലോകത്തിനെ സംരക്ഷിക്കണം. ആനന്ദാശ്രുവിരാതനോതി പുളകം നൈർമല്യതശ്ചാദനം വാചാശങ്കമുഖേ സ്ഥിതൈശ്ച ജഠരാപൂർത്തിം ചരിത്രാമൃതൈഃ രുദ്രാക്ഷൈഃ ഭസിതേന ദേവ വപുഷഃ രക്ഷാം ഭവദ്ഭാവനാപര്യങ്കേ വിനിവേശ്യ ഭക്തിജനനി ഭക്താർഭകം രക്ഷതി. അത്യദ്ഭുതമായ കൃതിയാണ് ശിവാനന്ദ ലഹരി. എൻ്റെ വിസ്താര വ്യാഖ്യാനമാണ് ഈ പുസ്തകം. ഇത് മലയാളത്തിൽ ഉണ്ട്, ഇവിടെ ഉണ്ടാവുന്നു. ഭാവന, ഭവത് ഭാവനാപര്യങ്കേ വിനിവേശ്യ, ഭാവനയിലാണ് നമ്മളുടെ ഭക്തി, ഭാവനയിലാണ് നമ്മളുടെ ഭഗവാൻ, ഭാവനയിലാണ് നമ്മളുടെ അധ്യാത്മജീവിതത്തിന്റെ 90%. ഭാവനാ മാത്ര സന്തുഷ്ട ഹൃദയായൈ നമോ നമഃ എന്ന അഷ്ടോത്തരത്തിലൊരു നാമുണ്ട്. ഭാവന ദേവലോകമാണ്. അപ്പൊ ആ ഭാവനയെ സംരക്ഷിക്കുന്നത് വളരെ വളരെ മുഖ്യമായതുകൊണ്ട് ഇഷ്ടദേവത, ഗുരു, ശാസ്ത്രം, അവരവരുടെ സമ്പ്രദായം, ഇതിലൊക്കെ വളരെ വളരെ ടെൻഡറാണ്. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വിമർശനം, വേണ്ടാത്തത് എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ആ മണ്ഡലം പൊടി പിടിക്കും. അതിൽ കരട് കയറും. അതിൽ കരട് കയറി കഴിഞ്ഞാൽ നമ്മുടെ അധ്യാത്മ ജീവിതത്തിലുള്ള സുഖം പോയി പോകും. അതുകൊണ്ട് ആ ഭാവനാമണ്ഡലത്തിനെ അതിനിർമ്മലമായി പവിത്രമായി സംരക്ഷിക്കുക എന്നുള്ളത് തപസ്സിന്റെ വളരെ മുഖ്യ അംശമായതുകൊണ്ട് ഭാവസംശുദ്ധി ഇത്യേത തപോ മാനസമുച്യത്തെ. നോക്കൂ, രാമായണം, ഭാഗവതം ഒക്കെ പറയും ഭാവനയാണ്. ഗുരു ഭാവനയാണ്, ഇഷ്ടദേവത ഭാവനയാണ്, ആത്മാവ് ഒഴിച്ച് ബാക്കിയൊക്കെ ഭാവനയാണ്. അപ്പോ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ദ ഹയസ്റ്റ് സ്റ്റേറ്റ് ഈസ് വെയർ യു ക്രോസ് ഓൾ ദ പ്ലെയിൻ ഓഫ് ഡ്രീംസ്, ബട്ട് ഇഫ് യു വാണ്ട് ടു ഡ്രീം ദ ഡിവൈൻ. ജീവിക്കുമ്പോൾ നമുക്ക് സ്വപ്നം കാണണോ? ദിവ്യമായിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നുകൊള്ളാതാണ്. അലൗകികമായ സ്വപ്നങ്ങളാണ്, അലൗകികമായ ഭാവനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. അതിനെ പോഷിപ്പിക്കുകയാണ്. അലൗകിക ഭാവനകളെ പോഷിപ്പിക്കലാണ് ഉപാസനാമണ്ഡലം. അപ്പൊ ഇതൊക്കെ കൂടിയിട്ടാണ് ശാരീരിക തപസ്, വാചിക തപസ്, മാനസ തപസ്. ഈ 3 തപസ്സും അതിനെ അപ്പം നമ്മൾ വിട്ടുപോകുന്നത് കൊണ്ട് എപ്പോഴും നമുക്ക് ഇങ്ങനെ സത്സംഗം കിട്ടില്ല. അതുകൊണ്ട് സദ്ഗ്രന്ഥങ്ങൾ, ഇന്നത്തെ കാലത്ത് നമുക്കിതൊക്കെ ഇങ്ങനെ ചെവിയിൽ കേൾക്കാൻ പറ്റുമ്പോൾ അധ്യാത്മ കാര്യങ്ങളൊക്കെ കേൾക്കാം. ഇതൊക്കെ ആയിട്ട് നമ്മളുടെ തപസ്സിനെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോവുകയാണ്. എന്തെങ്കിലും പുറത്തു നിന്നൊരു ഇൻസ്പിറേഷൻ വേണം. അപ്പൊ ഇതിനെയൊക്കെ ആശ്രയിച്ച് തപസ്വാധ്യായനിരതം തപസ്വി വാഗ്വിദാംബരം. തപസ്വിയായ വാൽമീകി, നാരദന് വിശേഷമാണ് തപസ്വാധ്യായ നിരതനും, വാക്കിന്റെ മർമ്മമറിഞ്ഞവനുമായ നാരദൻ. ശബ്ദത്തിന്റെ ആന്തരാർത്ഥം, ഓംകാരമായ പൊരുൾ എന്ന് പറഞ്ഞുള്ളൂ, അതറിഞ്ഞാണ്. ആ നാരദനോട് ചോദിക്കാണ് വാൽമീകി. ആരദം പരിപപ്രച്ഛ വാൽമീകി മുനിപുങ്കവം. തപോനിഷ്ഠനായ വാൽമീകിയാണ് പൃച്ഛകൻ, നാരദനാണ് ഉത്തരം പറയണത്. അങ്ങനെയാണ് രാമായണം ആരംഭിക്കുന്നത്. നമ്മൾ തുറക്കുമ്പോൾ തന്നെ കാണുന്നത് ഒരു മനോഹരമായ ഒരു പർണകുടീരം, തമസാ നദി,
വനാന്തരത്തിൽ തപോഭൂമി, അവിടെ തപോനിഷ്ഠനായിട്ടിരിക്കുന്ന വാൽമീകി, ആ വാൽമീകി മഹർഷി നാരദ മഹർഷിയെ കാണുന്നു. ആ നാരദനോട് ചോദിക്കുകയാണ്, തപസ്സിന്റെ രഹസ്യം ചോദിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ, when you try to implement spirituality in your life, you find how difficult it is. ശരീരത്തിന്റെ പല ദോഷങ്ങളും ഇല്ലാതാക്കണം, ഇന്ദ്രിയങ്ങളുടെ പല ദോഷങ്ങളും ഇല്ലാതാക്കണം, ആഹാര നിയമം കൊണ്ടുവരണം ഒക്കെ വിചാരിക്കുമ്പോൾ അറിയാം, ശബരിയുടെ അടുത്ത് രാമൻ വരുമ്പോൾ ശബരിക്ക് ഒരു 90 വയസ്സെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവണം. അപ്പൊ ശബരിയോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് രാമൻ. ആ ചോദ്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ആഹാര നിയമമായോ എന്ന് ചോദിക്കുകയാണ് 90 വയസ്സിൽ. കശ്ചിത്തേ നിയതഃ കോപഃ ആഹാരശ്ച തപോധനേ. കോപം വരുന്നതിന് മുമ്പ് തന്നെ കാണാനും അതിന് വശപ്പെടാതിരിക്കാനും സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എപ്പോ? 90 വയസ്സിൽ. ആഹാരശ്ച തപോധനേ. പണ്ട് തൃശ്ശൂര് 80കളില് രാമകൃഷ്ണാശ്രമത്ത് നല്ല പരിചയം ഉണ്ടായിരുന്ന കുട്ടിക്കാലം നമ്മളുടെ. അപ്പോൾ രംഗനാഥാൻ സ്വാമിയുടെ അടുത്തൊരു വിദ്വാൻ, വളരെ അടുത്ത് പരിചയം ഉണ്ടായിരുന്ന ആളാണ്, വന്ന് പറഞ്ഞു, സ്വാമി കോപം ഒരുപാട് വരും, എങ്ങനെ കോപം നിയന്ത്രിക്കും? അപ്പൊ സ്വാമി പറഞ്ഞു, യു ഹാവ് ടു സീ ദ ആങ്കർ ബിഫോർ ദിസ് ആങ്കർ അറൈസസ്. യു ഹാവ് ടു ബി എ വിറ്റ്നസ് ടു ദ ആങ്കർ. യു ഷുഡ് സീ ദ ആങ്കർ. കോപത്തിനെ വിട്ട് കാണണം. അപ്പൊ അയാൾ പറഞ്ഞു, അതൊന്നും സാധിക്കണില്ല, ഇതൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ടൊക്കെ ശ്രമിച്ചു നോക്കി, നടക്കണില്ല. അപ്പോ സ്വാമി പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, കോപം വരുമ്പോഴൊക്കെ ഒരു 10 രൂപ വടക്കുനാഥന് ഉണ്ടിയിലിടാം. അപ്പൊ അയാൾ വിചാരിച്ചു എളുപ്പം. അങ്ങനെ പറഞ്ഞു, വിട്ടു. അത് കഴിഞ്ഞ് അടുത്ത വർഷം വന്നപ്പോൾ അയാളോട് ചോദിച്ചു, ഹൗ ഈസ് യുവർ ആങ്കർ? ഇറ്റ് ഈസ് ടു കോസ്റ്റ്ലി. അന്നത്തെ കാലത്ത് 10 രൂപ വലിയ കാര്യമാണ്. ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. ഓരോരു പ്രാവശ്യം ദേഷ്യം വരുമ്പോഴും 10 രൂപ വടക്കനാഥന് ഇടുക, 10 രൂപ ഇടുക. പിന്നെ കുറെ അയാൾ പറഞ്ഞു, ഇപ്പൊ ദേഷ്യപ്പെടില്ല എന്നാണ്, നമുക്ക് താങ്ങണില്ല. എന്താണെന്ന് വെച്ചാൽ, ദേഷ്യം ഇങ്ങനെ വരുമ്പോ 10 രൂപ ഇങ്ങനെ വരും. അപ്പോ തനിയെ കോപത്തിനെ സാക്ഷിയായിട്ട് കാണാനുള്ള ശക്തി വന്നുപോയി. എന്താന്ന് വെച്ചാൽ, കോപം ഇങ്ങനെ വരുമ്പോ തന്നെ ഇങ്ങനെ വിട്ടുനിന്ന് കാണാനുള്ള ശക്തി വന്നു. അപ്പോ കശ്ചിത്തേ നിയതഃ കോപഃ ആഹാരശ്ച തപോധനേ. അപ്പൊ ഈ ആഹാര നിയമം എന്ന് പറയുന്നത് പോലും നേടിയെടുക്കാൻ ഒരു ജീവിത പ്രയത്നം വേണ്ടിയിരിക്കണം. നമ്മൾ പഴകിപ്പോയ പല കാര്യങ്ങളുണ്ടേ, അതൊന്നും എല്ലാം നമുക്ക് ഉപേക്ഷിക്കാനും വയ്യാതെ കടന്നു പോവാനും ഉള്ള ഉദ്യമമുണ്ടല്ലോ. സഹജമായി നമുക്ക് സ്വാഭാവികമായിട്ട് തീരണമല്ലോ ആ നിയമം. അപ്പൊ ഇതൊക്കെ സാധിച്ചോ എന്ന് ചോദിക്കുകയാണ് രാമൻ. അപ്പൊ ജീവിതം മുഴുവൻ ഇതിനൊക്കെ ഉള്ള ഉദ്യമമാണ് തപസ്. ഈ തപസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വാൽമീകിയും നാരദ മഹർഷിയും കൂടിയുള്ള സംവാദ സ്ഥലമാണ് ഈ ആശ്രമം. അവിടെയാണ് വാൽമീകി രാമന്റെ മഹിമയെ രാമനെ അറിയില്ല, ചോദിക്കുന്നത്. കോൻവസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രതഃ. വാൽമീകിയുടെ സംശയമാണ്. ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പോ നമ്മളുടെ കാലത്ത് നമ്മളൊക്കെ ജീവിക്കുമ്പോൾ ഇതിന്റെ നടുക്ക്, ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുക്ക്, നമ്മൾ എത്രയൊക്കെ തന്നെ ഉപദേശിച്ചാലും എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ആളുകൾക്ക് അതിന് പ്രാക്ടിക്കലാക്കാനുള്ള ശക്തി വരില്ല. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ ഒരു വല്ലാത്ത ഒരു സ്ട്രേഞ്ച് പവർ അതിന്റെ പുറകിൽ വരും. അത് പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട, അത് കണ്ട ആളുകൾ അനുസരിക്കും. അത് കാണുമ്പോൾ ആളുകൾ അത് ഇൻഫ്ലുവൻസ്ഡ് ആവും. പലതും നമ്മൾ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും. മുൻപേ ഗമിക്കുന്ന ഗോവുതന്റെ പിൻപേ ഗമിക്കുന്ന പശുക്കളെല്ലാം എന്ന് പറയണ പോലെ അങ്ങനെയാണ് പഴക്കം നമുക്ക്. അല്ലാതെ പലതും പറഞ്ഞു കേട്ടിട്ടൊന്നുമല്ല, ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ നമ്മളും ചെയ്യും. അപ്പോ
അങ്ങനെ വരണം. അങ്ങനെ അതൊരു സ്വാഭാവികമായിട്ട് തീരണമെങ്കിൽ ആരെങ്കിലുമൊക്കെ ജീവിച്ച് കാണിക്കണം. അപ്പൊ ജീവിച്ച് കാണിക്കുമ്പോൾ ഇത് സാധ്യമാണ് തോന്നുന്നു, ഇത് നമുക്ക് പ്രായോഗികമാണ്, അപ്രായോഗികമായ വിഷയമല്ല എന്ന് തോന്നുന്നു. അതിനുവേണ്ടി വാൽമീകി ചോദിക്കുക, സാമ്പ്രതം ഇപ്പോ നമ്മുടെ കാലത്ത് എന്ന് വെച്ചാൽ അപ്പൊ തന്നെ വാൽമീകിയുടെ കാലത്ത് തന്നെ രാമൻ അവിടെ ഉണ്ട് എന്ന് അർത്ഥായി. സാമ്പ്രതം ലോകേ ഗുണവാന് കശ്യവീര്യവാന്, സർവഗുണസമ്പന്നനായി മഹത്തായ വീര്യമുള്ളവനായി, ധർമ്മജ്ഞശ്ച, ധർമ്മത്തിന്റെ മർമ്മം രഹസ്യം അറിഞ്ഞവനായി. ധർമ്മം എന്ന് പറയുമ്പോൾ തന്നെ വേദാന്ത ജ്ഞാനമൊക്കെ അതിനകത്ത് വന്നു. ധർമ്മം എന്ന് പറയുമ്പോ എന്തെങ്കിലും നല്ല കാര്യം, കേരളത്തിലൊക്കെ ധർമ്മക്കാരെന്ന് പറഞ്ഞ എന്താ, പിച്ചക്കാരനെയാണ് അല്ലേ? തൃശ്ശൂർ പറയണ്ടോ അങ്ങനെ? ധർമ്മക്കാരെന്നാണ് പറയാ പഴയ കാലത്ത്. എന്താന്ന് വെച്ചാൽ ആ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ഇങ്ങോട്ട് വരിക. അവരിവിടെ നമ്മ ധർമ്മം കൊടുങ്കമ്മ എന്ന് പറയും. അപ്പൊ ഈ ധർമ്മക്കാരെന്നായി പേര്. അപ്പോ ധർമ്മം എന്ന് പറയുമ്പോ ബുദ്ധനൊക്കെ ഉപയോഗിച്ചത് ധർമ്മം എന്നുള്ള ശബ്ദത്തിന് ഈ അധ്യാത്മവിദ്യ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ധർമ്മശബ്ദത്തിന് ദ്വിവിധോ ഹി വേദോക്തോ ധർമ്മ പ്രവൃത്തിലക്ഷണോ നിവൃത്തിലക്ഷണശ്ച ജഗതസ്ഥിതി കാരണം, ശങ്കരാചാര്യർ പറഞ്ഞു. വേദോക്തമായ ധർമ്മം രണ്ടു വിധമാണ്. ഒന്ന് ലോകത്തിൽ ജീവിക്കുന്ന കർമ്മകാണ്ഡത്തില് പ്രതിപത്തിയുള്ള ലൗകികത്തിൽ ഉദ്ദേശമുള്ള ആളുകൾക്കൊരു വഴി. മറ്റൊന്ന് നിവൃത്തി നിരതന്മാരായ ജ്ഞാനികൾക്ക് ജ്ഞാനമാർഗത്തിലും യോഗമാർഗത്തിലും സഞ്ചരിക്കുന്നവർക്കുള്ള വഴി. അപ്പോൾ ധർമ്മം എന്ന് പറയുമ്പോൾ ഔപനിഷദം ധർമ്മം, ഭാഗവത ധർമ്മം എന്ന് ഭാഗവതത്തിൽ പറഞ്ഞു അല്ലെ? ഭാഗവത ധർമ്മം. അപ്പൊ അതൊക്കെ ധർമ്മമാണ്. ഇനിയിപ്പോ ധർമ്മശബ്ദത്തിന് ഭഗവാൻ എന്ന് തന്നെ പേര്. വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ഒരു പേരാണ് ധർമ്മോ ധർമ്മവിദുത്തമ. ധർമ്മ എന്ന് വെച്ചാൽ ഭഗവാൻ എന്നർത്ഥം. അപ്പോ ധർമ്മജ്ഞശ്ച എന്ന് വെച്ചാൽ ധർമ്മത്തിന്റെ മർമ്മം രഹസ്യം അറിഞ്ഞാണ്. അതാണ് ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞു അവര്. വലിയ വ്യത്യാസമൊന്നുമില്ല. ബുദ്ധൻ ആരാ? ഗുരുവാണ്. ധർമ്മം എന്താണ്? ഈ അധ്യാത്മപഥമാണ്. സംഘം എന്താണ്? സത്സംഗമാണ്. എല്ലാവരും നമുക്ക് കൂടെ ഉള്ള ആളുകളും വേണം. അപ്പൊ ഈ മൂന്നും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പൂർണ്ണമായി. അപ്പൊ ഒരു ഗുരു, ശാസ്ത്രം, സഹയാത്രികന്മാര്. അപ്പൊ ധർമ്മശബ്ദത്തിന് അധ്യാത്മവിദ്യ എന്നർത്ഥം. ആ അധ്യാത്മവിദ്യയുടെ മർമ്മം അറിഞ്ഞ ആളാണോ രാമൻ? ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച, കർമ്മത്തിന്റെ മർമ്മം അറിഞ്ഞ ആള്. ധർമ്മത്തിന്റെ മർമ്മവും കർമ്മത്തിന്റെ മർമ്മവും അറിഞ്ഞ ആളാരാണ്? സത്യവാക്യോ. രാഷ്ട്രീയത്തിൽ ഇരുന്നുകൊണ്ട് സത്യം എങ്ങനെ പറയുന്നതാണ് ഇപ്പൊ? സത്യവാക്യോ ദൃഢവ്രത ചാരിത്രേണ ചകോയുക്ത. ക്യാരക്ടർ ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായ ഒരു അംശമാണല്ലോ അത് അല്ലേ? മറ്റുള്ളവര് നമ്മളുടെ ക്യാരക്ടറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചാരിത്രം. ചാരിത്രേണ ചകോയുക്ത സർവഭൂതേഷു കോഹിത, എല്ലാ പ്രാണികൾക്കും ഹിതം നോക്കി ചെയ്യുന്നവർ. ഇങ്ങനെയൊക്കെ രാമനെ ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ലക്ഷണങ്ങൾ. വിദ്വാൻ കഹ കസമർത്ഥശ്ച കശൈക പ്രിയദർശനഃ ആത്മവാൻ കോജിത ക്രോധഃ വിദ്വാൻ കഹ കഹ അനസൂയകഃ കസ്യ ബിഭ്യതി ദേവാശ്ച ജാതരോഷസ്യ സംയുഗേ ഏതദിച്ഛാമ്യഹം ശ്രോതും പരം കൗതൂഹലം ഹി മേ മഹർഷേ ത്വം സമർത്ഥോസി ജ്ഞാതും ഏവം വിധം നരം. അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. മഹർഷേ ത്വം സമർത്ഥോസി. അങ്ങ് എല്ലാ ലോകത്തിനും പോകുന്ന ആളാണ് നാരദ മഹർഷി. അതുകൊണ്ട് ആരെങ്കിലും ദേവന്മാരൊന്നും പറയരുതെന്നാണ്. നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കൃഷ്ണാവതാരം പോലും പറഞ്ഞു കഴിഞ്ഞാൽ മലയെ പൊക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അല്ലേ? ഗോവർദ്ധനഗിരിയെ കൃഷ്ണൻ പൊക്കി എന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ ചെയറേ എടുത്തു വെക്കാൻ വയ്യ നമുക്ക്. അപ്പോ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളെ കൊണ്ട് ആവുന്ന കാര്യം വല്ലതുമൊക്കെ പറയാം. നമ്മളെ പോലെയുള്ള മനുഷ്യര് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ചാൽ
ശ്രമിക്കാം എന്നാണ്. അപ്പോ മഹർഷേത്വം സമർത്ഥോസി ജ്ഞാതും ഏവം വിധം നരം. ഇങ്ങനെയൊക്കെ ഉള്ള ലക്ഷണസമ്പന്നനായ ഒരു മനുഷ്യൻ നിങ്ങൾ എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ, ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോന്ന്. പലപ്പോഴും മനുഷ്യർക്ക് സംശയമാണേ, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള മഹാത്മാക്കളുണ്ടോ. ഞാൻ നോക്കൂ, ഇപ്പൊ നാരദൻ തന്നെ അവിടെ ഇല്ലേ? നാരദനോട് എന്തിനാ ഇപ്പൊ ചോദിക്കണത്? അതാണ് അപ്പൊ ഒരു തമാശ. രമണ മഹർഷിയുടെ അടുത്തൊക്കെ വന്ന ആളുകൾ ചോദിച്ചിട്ടുണ്ട്, തിരുവണ്ണാമലയിൽ ജ്ഞാനികളുണ്ടോ? മഹർഷിയുടെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. മഹർഷി പറയും, ഈ ചോദിക്കുന്ന ആള് തന്നെ ആരാണെന്ന് എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ നീ ജ്ഞാനം എന്താണെന്ന് അറിഞ്ഞു. പല ആളുകളും അപ്പോ മുമ്പ് കണ്ടാലും ചിലപ്പോ കാണില്ലല്ലോ. പക്ഷെ ഇപ്പൊ വാൽമീകി ചോദിക്കുമ്പോ ഒരു മനുഷ്യന്റെ ലൗകികത്തിന്റെ നടുക്ക് ജീവിച്ചുകൊണ്ട് അതുകൊണ്ട് ബാധിക്കപ്പെടാതെ ഇരിക്കുന്ന ഒരു വ്യക്തി, വീര്യം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ യതിയല്ല ചോദിക്കുന്നത്, സന്യാസിയല്ല ചോദിക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യൻ വ്യവഹാരത്തിന്റെ നടുക്ക് ഇതൊക്കെ സാധിക്കുമോ നാരദ ഭഗവാനെ എന്നാണ് ചോദ്യം. നമുക്കൊക്കെ വേണ്ടി ചോദിക്കുകയാണ് വാൽമീകി മഹർഷി, എല്ലാവർക്കും വേണ്ടി ചോദിക്കുകയാണ്. ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവില് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, ബഹവോ ദുർലഭാശൈവ ഏത്വയാ കീർത്തിതാ ഗുണാഃ മുനേ വക്ഷ്യാമ്യഹം ബുദ്ധ്വാ തൈര്യുക്തഃ ശ്രൂയതാം നരഃ. ഒരു നരനെ ഞാൻ പറഞ്ഞു തരാം. ബഹവോ ദുർലഭാശൈവ, ഒന്നും രണ്ടും അല്ല, അനേകം ക്വാളിറ്റീസ് ആണ്, ആട്രിബ്യൂട്ട്സ് ആണ് ചോദിച്ചത്. ഏത്വയാ കീർത്തിതാ ഗുണാഃ, അങ്ങ് കീർത്തിച്ച ഗുണങ്ങള് ഒരുപാടാണ്. മുനേ വക്ഷ്യാമി അഹം ബുദ്ധ്വാ, മുനി, ഹേ മുനെ, ഞാനതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് പറയാം. ഒരു മനുഷ്യനെ തന്നെ പറഞ്ഞു തരാം. അങ്ങനെയുള്ള മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചില്ലേ, പറഞ്ഞു തരാം. തൈർയുക്ത ശ്രൂയതാം നരഃ ഇക്ഷ്വാകുവംശപ്രഭവോ രാമോ നാമ ജനൈഃ ശ്രുതഃ നിയതാത്മാ മഹാവീര്യോ ദ്യുതിമാൻ ധൃതിമാൻ വശീ ബുദ്ധിമാൻ നീതിമാൻ വാഗ്മി ശ്രീമാൻ ശത്രുനിവർഹണഃ. ഇങ്ങനെ വിസ്താരമായി വാൽമീകിയുടെ ശ്ലോകം ചൊല്ലാനുള്ള ഒരു മാധുര്യം കൊണ്ട് ചൊല്ലി പോവാണ്. ഇങ്ങനെ പല പറഞ്ഞ് രക്ഷിത ജീവലോകസ്യ ധർമ്മസ്യ പരിരക്ഷിത രക്ഷിത സ്വസ്യ ധർമ്മസ്യ സ്വജനസ്യ ച രക്ഷിത. ഇങ്ങനെ സർവഗുണസമ്പന്നനായും നല്ല ആത്മനിഷ്ഠനായും പരമപ്രശാന്തനുമായ ഇക്ഷ്വാകുവംശത്തിൽ ജനിച്ച രാമോ നാമ ജനൈഃ ശ്രുതഃ, രാമൻ എന്ന നാമം കൊണ്ട് പ്രസിദ്ധനായിട്ടുള്ളവൻ ഉണ്ട്. ഇങ്ങനെയാണ് വാൽമീകിയുടെ രാമൻ ആരംഭിക്കുന്നത്, രാമായണം ആരംഭിക്കുന്നത്. ഇതേ വാൽമീകി തന്നെയാണ് വാസിഷ്ഠത്തിൽ ഈ പറഞ്ഞതിന് നാരദൻ പുറമേക്ക് എങ്ങനെ രാമകഥയെ പറഞ്ഞു കൊടുത്തു, വാൽമീകി അകമേക്കുള്ള രാമന്റെ ആ അയനത്തിനെ ശ്രദ്ധിക്കാം. നോക്കൂ, രാമായണത്തിന്റെ ഒരു ഭാഗമാണ് യോഗവാസിഷ്ഠം. പക്ഷെ ഇത് തുടങ്ങുന്നത് എവിടെയാന്ന് വെച്ചാൽ പട്ടാഭിഷേക ഭംഗം കഴിഞ്ഞ് രാമൻ വനവാസത്തിലേക്ക് വരുന്ന സ്ഥലത്താണ് ഈ കഥ ശരിക്കും തുടങ്ങുന്നത്. രാമൻ കാട്ടിലേക്ക് വരുന്നു. നാളെ പട്ടാഭിഷേകം ആയി രാജാവായി ചക്രവർത്തിയായി പട്ടാഭിഷിക്തനായിട്ട് ഇരിക്കാൻ പോകുന്നു. ദശരഥൻ വിളിച്ചു പറഞ്ഞു രാമന്, നമുക്കൊക്കെ അറിയുന്ന കഥയാണ്. രാമനെ വിളിച്ചു പറഞ്ഞു, ഈ കാംക്ഷണീയമായ ഈ സിംഹാസനം, ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന ഈ സിംഹാസനത്തിൽ നിന്നെ ഞാനിതാ ചക്രവർത്തിയായിട്ട് രാജകുമാരനായിട്ട് ഉത്തരാധികാരിയായിട്ട് ഇരുത്താൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. രാമന് ശരി എന്ന് പറഞ്ഞു. ഒരേ ഒരു രാത്രി കൊണ്ട് ജീവിതം അങ്ങോട്ട് മാറി മറിഞ്ഞങ്ങോട്ട് പോയി.
ഒരു വലിയ അയോധ്യ അധിപതിയുടെ ചുവട്ടിൽ, ഒരു പക്ഷേ അന്നത്തെ കാലത്ത് ഭാരതത്തിന് മുഴുവൻ ആധിപത്യം ദശരഥന്റെ ചുവട്ടിലായിരുന്നിരിക്കണം. അങ്ങനെയാണ് തോന്നുന്നത്. രാമൻ കാട്ടിൽ വരുമ്പോൾ പറയണതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഒരു സാമ്രാജ്യത്തില് എടുത്ത ഒരു തീരുമാനം, വളരെ വളരെ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനം. നമ്മുടെ ജീവിതമൊക്കെ പല സംഭവങ്ങളും നമ്മൾ പലതും ചെയ്യും, നമ്മൾക്ക് അറിയണത് ഒരു ചെറിയ വട്ടം മാത്രമാണ്. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, നമുക്ക് അറിയണത് 5 കാര്യത്തിൽ 4 കാര്യം നമുക്കറിയും. ഒന്ന് നമ്മുടെ ശരീരം, 2 നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് എത്ര ബലമുണ്ട്, 3 നമുക്കുള്ള അറിവ്, 4 അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, 5-മത്തത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ഫലം വരുന്നതിന് നടുക്ക് വേറൊരു ഫോഴ്സ് ആക്റ്റീവ് ആവും. ആ ഫോഴ്സിനെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത്. സാമാന്യ മനുഷ്യര് വിധി എന്ന് പറയും. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചെയ്വാത്ര പഞ്ചമം. ഈ ദൈവം എന്ന് പറയുന്നത് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. അതെങ്ങനെ, ഏത് വിധത്തിൽ പ്രവർത്തിക്കും, ഏത് വിധത്തിൽ ചെയ്യും എന്നൊന്നും പറയാൻ വയ്യ. അപ്പോൾ നാളെ പട്ടാഭിഷേകം എന്ന് പറഞ്ഞു, രാത്രി വിളിച്ചിട്ട് പറഞ്ഞു നാളെ കാട്ടിലേക്ക് പോകണം, എല്ലാം വിട്ടിട്ട് വനവാസത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞു. യദകസ്മാത് പ്രവർത്തത. സാധാരണ മനുഷ്യന് സ്വീകരിക്കാൻ ഒക്കില്ല. സാധാരണ മനുഷ്യന്റെ പ്രതീകമാണ് ലക്ഷ്മണൻ. ലക്ഷ്മണൻ അങ്ങനെ കോപം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. കിഴവനെ പിടിച്ച് ജയിലിലിടൂന്നാ പറയണം അച്ഛനെ. വയസ്സായി കഴിഞ്ഞാൽ വിവേകമില്ലെങ്കിൽ അച്ഛനാണെങ്കിലും ശാസിച്ചിരുത്തണം എന്നാണ് ലക്ഷ്മണൻ പറയുന്നത്. ഗുരോരപി അവലിപ്തസ്യ കാര്യാകാര്യമജാനതഃ ഉത്പഥം പ്രതിപന്നസ്യ കാര്യം ഭവതി ശാസനം. അപ്പൊ ഗുരു എന്ന് വെച്ചാൽ വയസ്സായ ആള്. വയസ്സായ ആളാണെങ്കിൽ അയാള് ഇങ്ങനെ സെനയിലായി കഴിഞ്ഞാൽ അപ്പൊ അവരെ ശാസിച്ച് തന്നെ ഇരുത്തണം. പറഞ്ഞാൽ കേൾക്കില്ല ഇല്ലേ? ഇപ്പൊ ചില വീട്ടിൽ വയസ്സായ ആളുകളെ വെച്ച് ചെറുപ്പക്കാർ പലരും ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് രാത്രിയാണെങ്കിൽ അവർക്ക് പകലാണ്, അവർക്ക് ഇങ്ങനെയൊക്കെയാണ് വ്യത്യാസം. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. റിട്ടയറായി 30 വർഷമായി രാവിലെ എണീറ്റ് ഒരു മുത്തശ്ശൻ പാന്റ് ഷർട്ടും ഇട്ട് പറയാതെ ഓഫീസിലേക്ക് പോയി കളയും. ഏത് ഓഫീസ് എവിടെയെങ്കിലുമൊക്കെ പോയി പിടിച്ചോണ്ട് വരണം. ഓട്ടോ പിടിച്ചു പോയി കളയും, ഓഫീസേ ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യണം. അപ്പൊ ശാസിച്ചിരുത്തണം എന്നാണ്. അപ്പൊ ലക്ഷ്മണൻ പറയണം ദശരഥനെ ശാസിച്ചിരുത്തണം. ഇപ്പൊ രാമൻ പറഞ്ഞു, നോക്കൂ, നമ്മുടെ ജീവിതത്തില് കർമ്മത്തിന്റെ രഹസ്യം അതാണ് കൃതജ്ഞൻ എന്ന് പറഞ്ഞത്. ഈ കർമ്മം നമ്മൾക്ക് പല വിധത്തിൽ നമ്മളെ വലിച്ചു കൊണ്ടുപോകും. ഇതരതശൈനം കൃതാന്ത പരികർഷതി. നമ്മൾക്ക് അറിയാതെ പെട്ടെന്ന് ആദ്യം ഒരു വാക്ക് പറഞ്ഞല്ലോ, എന്താ അത്? പൊടുന്നനെ എന്ത് സംഭവിക്കുന്നു, പ്രതീക്ഷിക്കാതെ എതിർച്ചയാ എന്ത് സംഭവിക്കുന്നു, അതിനെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത്. ഇത് അകസ്മാത് പ്രവർത്തതേ തദ്ദൈവം. അകസ്മാത് എന്നാണ് വെച്ചാൽ എവിടുന്ന് വന്നു എന്നറിയില്ല, പെട്ടെന്നൊരു മാറ്റം, പെട്ടെന്ന് വഴി തിരിഞ്ഞു. അങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവവിഹിതമാണ്. അതുകൊണ്ട് ഇതിനോട് പോരാടിയിട്ട് കാര്യമില്ല എന്നാണ് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞത്. അതിന് പല കാരണങ്ങളും ഉണ്ട്. ഈ മന്ഥര, ഈ വയസ്സായ തള്ള അന്ന് ഈ ഗോപുരം കയറി അല്ലേ? നോക്കൂ, ഒരു ദൈവവിഹിതമായ കാര്യമാണെന്നാണ് പറയണത്. അവൾ അത്രയും കാലം ആ അയോധ്യയിൽ ആ ഗോപുരത്തിന് മേലെ കയറിയിട്ടേ ഇല്ല അത്രേ. അന്നത്തെ ദിവസം ഇവൾക്ക് തോന്നി ഈ ഗോപുരത്തിന്റെ മുകളിൽ കയറണം. എന്തിനാ കയറിയത് എന്നാണ് വാൽമീകി ചോദിക്കുന്നത്. ഒരു ചെറിയ ഒരു ഇൻസിഡന്റ് ആണ്. നമുക്ക് ജീവിതത്തിൽ ഇതിന് തുല്യമായ ഒരുപാട് അനുഭവങ്ങൾ വരും. ചില കാര്യങ്ങൾ നമ്മൾ അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. എന്തോ ഒന്ന് സംഭവിച്ചു. ജ്ഞാതിദാസീയതോ ജാത കൈകേയ്യാതു സഹോഷിത പ്രാസാദം ചന്ദ്രസങ്കാശം ആരുരോഹ യദൃച്ഛയാ. അവിടെ ഒരു പദം പറഞ്ഞു, യദൃച്ഛയം.
ഗീതയിൽ ഭഗവാൻ പറഞ്ഞു എതിർച്ഛാലാഭ സന്തുഷ്ട. എതിർച്ചയാ എന്ത് നടക്കണോ സന്തോഷിച്ചോളാന്ന് പറഞ്ഞു. എതിർച്ചയാ കിട്ടുന്നത് കൊണ്ട് സന്തോഷിച്ചോളാന്ന്. പക്ഷെ എതിർച്ചാ ശബ്ദത്തിന് ഭഗവതിച്ഛ എന്നാണ് അർത്ഥം. ഭഗവാന്റെ ഇച്ഛയാണ്. ഇറ്റ്സ് ഡിവൈൻ വിൽ. നമുക്കറിയില്ല എന്നാണ്. അപ്പൊ ഗുരു രാവിലത്തെ പ്രഭാഷണത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഗുരൂപസക്തി എതിർച്ചയാണ്, പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതേപോലെ ഇവിടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് വരുന്നത്. ഇവിടെയും എതിർച്ച പറഞ്ഞു, ശൂർപ്പണക വരുന്ന സ്ഥലത്തും എതിർച്ച എന്ന് പറഞ്ഞു. കാട്ടിൽ സുഖമായിട്ടിരിക്കുകയാണ്. 12.5 വർഷം സൗഖ്യമായിട്ടിരുന്നു. 12.5 വർഷം സൗഖ്യമായിട്ട് കാട്ടിലിരുന്നു. ആ 12.5 വർഷം കഴിയുമ്പോൾ ഈ അമ്മ ശ്രീലങ്കയിൽ നിന്ന് ഒരു ബോട്ടിലേക്ക്, അവർക്ക് ബോട്ടൊന്നും വേണ്ടല്ലോ, ഇവിടേക്ക് പുറത്തു പോകും. എന്നിട്ട് കാട്ടിലിങ്ങനെ നടക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അവിടെ അവർക്ക് ഇരിക്ക പൊറുതിയില്ല. അവർക്ക് ശൂർപ്പണക വിവാഹം എന്നൊരു ചൊല്ലുണ്ട് സംസ്കൃതത്തിൽ. എന്താന്ന് വെച്ചാൽ ഒരു കാര്യം കേടുവരുത്തണമെങ്കിൽ ചില ആളുകളുടെ കൈ കൊടുത്താൽ മതി. അതിനാണ് ശൂർപ്പണക വിവാഹം എന്ന് പറയുക. അപ്പൊ ഈ ശൂർപ്പണകയ്ക്ക് വിവാഹം കഴിക്കാൻ ആരെയും കിട്ടിയില്ല അത്ര ശ്രീലങ്കയിൽ. എന്താന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് സമയത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ ഭർത്താവിനെ തിന്നുകളയും. അതാണ് ശൂർപ്പണക വിവാഹം. വരഘാതായ കന്യാമുദ്വഹതി എന്നാണ്. വരനെ കൊല്ലാൻ വേണ്ടി കല്യാണം കഴിക്കാം. അപ്പൊ ഇതുപോലെ കാര്യം കേടുവരുത്താൻ വേണ്ടി ഒരാളെ കൊണ്ടുവരിക. അപ്പൊ ഈ ശൂർപ്പണകയെ അവിടുന്ന് ഇവര് പതുക്കെ പറഞ്ഞ് ഇന്ത്യയിലേക്ക് പോയിട്ട് വരൂ, ഭാരതത്തിലേക്ക് പോയിട്ട് വരൂ, അവിടെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടോ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരും എന്ന് പറഞ്ഞു വന്നപ്പോഴാണ് ഇവൾ എതിർച്ചയാ രാമനെ കാണുന്നത്. തം ദേശം രാക്ഷസീ കാചിത് ആജഗാമ എതിർച്ചയാ എന്ന് പറഞ്ഞു. നമുക്ക് എതിർച്ചാ ശബ്ദം എവിടെയൊക്കെയാ വരുന്നത്? ഭാഗവതത്തില് പറഞ്ഞു, തഥാഭവത് ഭഗവാൻ വ്യാസപുത്ര. എന്താ പറയൂ. തഥാഭവത് ഭഗവാൻ വ്യാസപുത്രോ യദൃച്ഛയാ ഗാമടമാനോ നപേക്ഷഃ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ടഃ വൃതശ്ച ബാലൈഃ അവധൂതവേഷഃ. തഥാഭവത് ഭഗവാൻ വ്യാസപുത്രഃ, ശുകബ്രഹ്മ മഹർഷി, യദൃച്ഛയാഗമടമാനഃ, പരീക്ഷത്തിന് മുമ്പിൽ വിളിച്ചിട്ട് വന്നതല്ല, ഫോൺ ചെയ്തില്ല, ലെറ്റർ ഇട്ടില്ല, ഒന്നുമില്ല. പരീക്ഷത്തിന്റെ മുമുക്ഷുത്വത്തിന്റെ പ്രഭഞ്ജനൻ ആ ജ്ഞാനമേഘത്തിനെ അവിടെ കൊണ്ടുവന്നു എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. നിത്യാനന്ദ സമുദ്രത്തിൽ നിന്നും നിർവാണ തീർത്ഥം കുടിച്ച ആ നീലമേഘത്തിനെ മുമുക്ഷുത്വത്തിന്റെ കാറ്റ് അടിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് വിജ്ഞാനാമൃതം വർഷിപ്പിച്ചു അത്രേ. ഇത് അദ്ഭുതമായ വർണ്ണന നോക്കൂ. നിത്യാനന്ദ സുധാനിധേ അധിഗത സന്നീലമേഘ സതാം ഔത്കണ്ഠ്യ പ്രബല പ്രഭഞ്ജന ഭരൈഃ ആകർഷിതോ വർഷതി വിജ്ഞാനാമൃതമദ്ഭുതം നിജവചോധാരാഭിഃ ആരാധിതം ചേതശ്ചാതക ചേന്ന വാഞ്ചസി തൃഷാക്രാന്തോസി സുപ്തോസി കിം. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പൊ യദൃച്ഛയാഗാമടമാനഃ, യദൃച്ഛയ ആരെയും മുമ്പിൽ കണ്ടു അവർക്ക് ഉപദേശം. അങ്ങനെയാണ് ശുകബ്രഹ്മ മഹർഷി സഞ്ചരിക്കുന്നത്. മത്സ്യാവതാര സ്തുതി നമ്മൾ പറഞ്ഞു, അവിടെയും എതിർച്ഛയേഹോ പസൃതായമാപ്നുയുഹു വിമുക്തിദോന. അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ എതിർച്ഛയ, ദിവ്യസമ്പത്തുകളൊക്കെ എതിർച്ഛയ, ഭഗവത് പ്രാപ്തി എതിർച്ഛയ. അതേപോലെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ എതിർച്ചയാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഈ മന്ഥര മുകളിലേക്ക് കയറി ഒന്ന് നോക്കി പട്ടാഭിഷേകം ചെയ്യാൻ വേണ്ടിയുള്ള ഉത്സവമൊക്കെ, ഉത്സവപ്രതീതി അയോധ്യയിൽ കണ്ടു. അവൾ ചോദിച്ചു എന്താണ് ഇവിടെ എന്ന്. രാമന് പട്ടാഭിഷേകമാണ്. സഹിച്ചില്ല. ഇപ്പൊ മുടക്കണം തീരുമാനിച്ചു. ഇപ്പൊ മുടക്കണം.
ചമ്പൂകാരൻ പറയണത് അവള് ദേവന്മാര് സ്പെഷ്യലായി മാനുഫാക്ചർ ചെയ്ത് വിട്ട വൈറസാണത്ര. എന്നുവെച്ചാൽ അവൾ ഇല്ലെങ്കിൽ രാമായണമേ ഇല്ല എന്നാണ്. രാമായണത്തിന് പല പേരുകളാണ്. പ്രാഗ് മന്ധരേതി, ആദ്യത്തെ പേര് മന്ധര എന്നാണത്രേ രാമായണത്തിന്റെ പേര്. പ്രാഗ് മന്ധരേതി, മഹിഷീതി, വരദ്വയീതി, കാകുത്സ്ഥ കാനന കഥേതി സന്തി സംജ്ഞാഃ പൗരസ്ത്യഹീന ഭുവനത്രയ ഭാഗ്യപംക്തേഃ. രാവണഹീനമായ പ്രശാന്തമായ ലോകത്തിന് എന്തൊക്കെയാ പേരെന്ന് വെച്ചാൽ മന്ധര എന്ന് പേര്. അവൾ യാമേവാഹു നിശിചരകുല ഉന്മൂലനേ മൂലഹേതു, രാക്ഷസകുല നാശത്തിന് വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് അത്രയുള്ളൂ. അവൾ ഇല്ലെങ്കിൽ ഇല്ല, കഥയേ ഇല്ല. അപ്പൊ പക്ഷേ ടെമ്പററി ആയിട്ട് ആ കഥയില് ആ കഥാപാത്രം വന്നിട്ടാണ് അങ്ങോട്ട് മാറ്റിമറിക്കണത്. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലും ഇങ്ങനെ മാറ്റിമറിക്കലൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ അതിന് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നോക്കുക, അതിന്റെ പ്രതിധ്വനിയിൽ എത്രയോ ചീത്ത കാര്യങ്ങളുണ്ടാവും. ചീത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ലത് വരും. ഒരു നല്ലത് മാത്രമായിട്ട് ലോകത്തിലൊന്നുമില്ല. നല്ലതെന്ന് നമ്മൾ പലപ്പോഴും തിരുവണ്ണാമലയിൽ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നു, നല്ലതാണ്. അതിൻ്റെ പല വശമായിട്ട് ഒരുപാട് നാട് മാറിപ്പോയി, മനുഷ്യരുടെ വാല്യൂസൊക്കെ മാറിപ്പോയി, ജനങ്ങളുടെ സംസ്കാരം മാറിപ്പോയി, ബിസിനസ് വന്നു. അപ്പൊ ഇപ്പൊ നല്ലതെന്ന് പറയണോ ചീത്ത എന്ന് പറയണോ അറിയില്ല. വരുന്ന ആളുകൾക്ക് പലർക്കും നല്ലതാണ്, പക്ഷെ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് അറിയില്ല. ഇപ്പൊ എല്ലാം നല്ലതും ഉണ്ടാവും ചീത്തയുണ്ടാവും. അപ്പോൾ ലോകത്തിൽ ഒന്നും പറയാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. അതാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തെറ്റിപ്പോകും. നമുക്ക് ശരിയാണെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവും, തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവും, ഒന്നും പറയാനൊക്കില്ല. അപ്പോ അങ്ങനെയാണ് ഈ മന്ധര രാമായണത്തിലൊരു മാറ്റം വരുത്തിയത്. നല്ല തെളിഞ്ഞ കുളത്തിന് പോത്ത് കലക്കുന്ന പോലെ കലക്കി എന്നാണ് ചമ്പൂകാരൻ പറഞ്ഞത്. മഹിഷീവ കൈകേയ്യാത്ത ഹൃദയം അദയം മന്ധര നിർമ്മമന്ധ. കൈകേയിയുടെ ഹൃദയത്തിന് ഒരു ദയ കൂടാതെ അങ്ങോട്ട് കലക്കി വിട്ടു. ഇത്രയും ഉള്ളില് ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള അവളുടെ ഉള്ളിൽ അവൾക്ക് പോലും അറിയാതെ ഇരിക്കുന്ന ആഗ്രഹങ്ങളെയും ആശാപാശങ്ങളെയും ഒക്കെ ഇളക്കി വിട്ടു. അത്രയും പവർ ഉണ്ടായിരുന്നു അവൾക്ക്. അപ്പോഴാണ് ആദ്യത്തെ എക്സ്പ്രഷൻ നോക്കൂ, രാമന് പട്ടാഭിഷേകം എന്ന് മന്ധരയാണ് ന്യൂസ് കൊടുക്കുന്നത്. ഓടിച്ചെന്ന് ന്യൂസ് കൊടുക്കുകയാണ്. അപ്പോ പഴയ കാലത്തൊക്കെ ഇങ്ങനെയാണ്. ഈ ഒരു അഗ്രഹാരത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു തലയിൽ ഒരു സംഭവം നടന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ മറ്റേ തലയിലേക്ക് കിഴക്ക് നിന്നും പടിഞ്ഞാട്ട് ന്യൂസ് എത്തിക്കാൻ വേണ്ട ചില ആളുകളുണ്ടാവും. എന്തൊരു ഉത്സാഹം അറിയോ. അതിപ്പോ യൂട്യൂബ് കൂടെ ചെയ്യണോ, അത്രേ ഉള്ളൂ. അതേ കാര്യം വേറെ വിധത്തിലായി, വേറെ ഒന്നും വ്യത്യാസമൊന്നുമില്ല. എവിടുന്ന് ആവുമ്പോഴേക്കും ഇപ്പോൾ ഈ പറയണ കാര്യമൊക്കെ വേറെ എവിടെയെങ്കിലേക്കൊക്കെ പോകും അവിടെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇത് മനുഷ്യന്റെ പ്രകൃതിയാണ്. അപ്പൊ ഇവൾ ഇങ്ങനെ ചെന്ന് കൈകേയിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞതും കൈകേയി സന്തോഷം കൊണ്ട് കഴുത്തിൽ നിന്നൊരു നല്ല നെക്ലസ് അഴിച്ച് മന്ധരയ്ക്ക് കൊടുക്കണം. ഫസ്റ്റ് എക്സ്പ്രഷൻ സന്തോഷം. അത് കഴിഞ്ഞിട്ടാണ് ഇവളിട്ട് ഇളക്കുന്നത്. ഇളക്കി കഴിഞ്ഞപ്പോൾ മൊത്തത്തിലങ്ങോട്ട് മാറി. ഇത്രയേ ഉള്ളൂ മനസ്സിന്റെ നന്മയെ. പിന്നീട് അത് ദശരഥനെ വല്ലാതെ കിടന്ന് ഉപദ്രവിച്ചു, വളരെ വേദനിപ്പിച്ചു. രാമായണ കഥ മാറി. രാമനെ വിളിച്ചു പറഞ്ഞു, നവപഞ്ചവർഷാണി ദണ്ഡകാരണ്യമസ്ഥിതഃ. 9ഉം 5ഉം വർഷം നീ ദണ്ഡകാരണ്യത്തിലേക്ക് പോകണം. രാമൻ പറഞ്ഞു, ആട്ടെ, എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. നാഹമർത്ഥപരോ ദേവി. വളരെ ഗംഭീരമായ ശ്ലോകമാണ് രാമായണത്തിൽ. നാഹമർത്ഥപരോ ദേവി ലോകമാവസ്തുമുത്സഹേ വിദ്ധിമാം ഋഷിഭിഃ തുല്യം വിമലം ധർമ്മമാസ്ഥിതം. ഞാൻ ഈ
സമ്പത്തോ സമൃദ്ധിയോ അയോധ്യാധിപത്യമോ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല. വസിഷ്ഠ വിശ്വാമിത്രാദി മഹർഷികൾക്ക് തുല്യമായി എന്നെ കരുതിക്കൊള്ളുക. 16 വയസ്സ് മാത്രമുള്ള രാജകുമാരൻ പറഞ്ഞതാണ്. ഇപ്പൊ 10-25 വയസ്സായി. അപ്പോഴാണ് അപ്പൊ പറയാണ്, ഞാൻ ഋഷികൾക്ക് തുല്യനാണ്, എനിക്ക് വിമലധർമ്മത്തിലാണ് ഇഷ്ടം എന്നാണ്. ക്ഷത്രിയധർമ്മം ഘോരമാണെന്ന് പറഞ്ഞു ഒരു സ്ഥലത്ത്. ഈ ക്ഷത്രിയന്റെ ധർമ്മം വളരെ ഘോരമാണ്, എനിക്ക് വിമലധർമ്മത്തിലാണ് ഇഷ്ടം. വിമലധർമ്മം എന്താണ്? ഈ അധ്യാത്മവിദ്യ. അതുകൊണ്ട് സന്തോഷമായിട്ട് ഞാൻ വനവാസത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് വനവാസത്തിലേക്ക് പുറപ്പെടുകയാണ്. നമുക്ക് രാമായണത്തിൽ ആ കഥാഭാഗത്തിലേക്കല്ല പോണത്. നമ്മളിപ്പോ കാട്ടിൽ വെച്ച് നമുക്ക് രാമന്റെ കൂടെ ലക്ഷ്മണൻ പുറപ്പെട്ടു, സീതാദേവി പുറപ്പെട്ടു. ഈ കഥകളൊക്കെ പല സന്ദർഭത്തിൽ നമ്മൾ കാണാം. ഇവര് പോകുമ്പോ കാട്ടിൽ വെച്ച് ഭരദ്വാജാശ്രമത്തില് ഭരദ്വാജ മഹർഷിയെ കാണുന്നു. ഭരദ്വാജ മഹർഷി അപ്പോഴേക്കും ഈ ന്യൂസ് എല്ലായിടത്തും പരന്നു, രാമൻ വരുന്നുണ്ട് എന്നറിയാം. ആ ആശ്രമത്തിൽ രാമനെ സ്വീകരിക്കാനായിട്ട് ഭരദ്വാജൻ നിൽക്കുകയാണ്. വളരെ പ്രിയമായിട്ട് ഭരദ്വാജൻ വാൽമീകിയുടെ ശിഷ്യനാണ് ഭരദ്വാജൻ. കാരണം ഈ രാമകഥ ആദ്യമായി കേട്ടത് ഭരദ്വാജ മഹർഷിയാണ്. ഭരദ്വാജൻ വാൽമീകി ആശ്രമത്തിന് അടുത്താണ് ഇരിക്കുന്നത്. ഭരദ്വാജനെയും കൂട്ടിക്കൊണ്ട് വാൽമീകി നാരദനിൽ നിന്നും രാമകഥ കേട്ടിട്ട് തമസാ നദിയില് ഉച്ചയ്ക്ക് കുളിക്കാൻ പോവാണ്. മാധ്യാത്മിക നിയമത്തിനായിട്ട് പോവാണ്. അപ്പൊ സ്നാനത്തിന് പോകുമ്പോൾ ഭരദ്വാജൻ വൽക്കലും കമണ്ടലും ഒക്കെ കരക്കി വെച്ചു. രണ്ടുപേരും കൂടെ ഒന്ന് സുഖമായിട്ട് അങ്ങനെ നടന്നു കാട്ടിലൂടെ. അങ്ങനെ നടക്കുമ്പോഴാണ് കാട്ടില് ധാരാളം പക്ഷികളുണ്ട്. വാൽമീകി വർണ്ണിക്കാത്ത പക്ഷികളില്ല, വാൽമീകി വർണ്ണിക്കാത്ത മരങ്ങളില്ല. ആരോ ഒരു വിദ്വാൻ കേരളത്തിൽ പറയണത് കേട്ടു, വാൽമീകിക്ക് ഈ സൗത്ത് ഇന്ത്യയിലുള്ള ഒരു വൃക്ഷവും അറിയില്ല, മരവും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചു പറയണത് കേട്ടു. വർണ്ണിക്കാത്തത് ഒന്നും തന്നെ ഇല്ല, സകലതും വർണ്ണിച്ചിട്ടുണ്ട്. സകല വൃക്ഷങ്ങളും ഉണ്ട്. ആ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ 2 പക്ഷികൾ ഇണചേർന്നിരിക്കുകയാണ് സന്തോഷമായിട്ട്. അപ്പൊ അത് കണ്ട് ഋഷി സന്തോഷിച്ചു, ഋഷി ആനന്ദിച്ചു. അങ്ങനെ ആനന്ദിച്ചിരിക്കുമ്പോൾ തന്നെ അടുത്ത ക്ഷണത്തിന് അതിനൊരു ഭംഗാണ്. ഭാഗവതത്തെ കഥ പോലെ ആ അവധൂതൻ നോക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ ഒരു പക്ഷിയെ വേടൻ പിടിച്ചു, മറ്റൊരു പക്ഷി കൂട്ടിൽ വീണു, കുട്ടികളും വലയിൽ വീണു. എല്ലാവരും കൂടെ വിഷമിക്കണത് കണ്ടപ്പോൾ ആ അവധൂതൻ മനസ്സിലാക്കി സംസാരത്തിലിരിക്കുന്നവരുടെ കാര്യം ഇങ്ങനെയാണ്. ഏവം കുടുംബീ അശാന്താത്മാ ദ്വന്ദ്വാരാമ പതത്രിവത് പുഷ്ണൻ കുടുംബം കൃപണ സാനുബന്ധോ അവസീതതി. എല്ലാവരോടും അറ്റാച്ച്മെന്റ് കാരണം മൊത്തത്തിൽ മുങ്ങിപ്പോകും. അതുകൊണ്ട് ഒന്നിലും പെട്ടുപോകരുത് എന്ന് അവധൂതൻ പറയാണ്. ഇവിടെ വാൽമീകി മഹർഷി ഈ മിഥുനം, ഇവര് രണ്ടുപേരും സന്തോഷിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എവിടുന്ന് ഒരു അസ്ത്രം വന്ന് അതിലുള്ള ആൺപക്ഷിയുടെ മേലെ തറച്ചു. ആ ആൺപക്ഷി കിടന്ന് പെടയാണ്, പെൺപക്ഷി കിടന്ന് കരയാണ്. ഇത് കണ്ടപ്പോ വാൽമീകിയുടെ ഹൃദയം ദ്രവിച്ചു, വേദനയുണ്ടായി, ശോകം കോപമായി, ശോകം ശ്ലോകമായി. എന്നിട്ട് ആ വേട്ടക്കാരനെ കണ്ടു വിളിച്ചു പറഞ്ഞു, ശപിച്ചു. അറിയാതെ ശാപമായിട്ടുള്ളിൽ നിന്നും വന്നു. മാനിഷാദ പ്രതിഷ്ഠാം ത്വം അഗമഃ ശാശ്വതി സമാഹ യത്ക്രൗഞ്ച മിഥുനാദേകം അവധീഹി കാമമോഹിതം. കാമമോഹിതമായിട്ടിരിക്കുന്ന ഈ മിഥുനത്തിനെ നീ കൊന്നില്ലേ, നിനക്ക് മനസ്സിന് ഒരിക്കലും ശാന്തി ഉണ്ടാവില്ല, നിനക്ക് അശാന്തി ഉണ്ടാവുള്ളൂ. ഹേ വേട്ടക്കാര, നീ ശാശ്വതമായ പദത്തിനെ പ്രാപിക്കില്ല, ശാന്തി ഉണ്ടാവില്ല, അനേക വർഷങ്ങൾ നിനക്ക് സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ശാപം കൊടുത്തു. ആ ശ്ലോകം വരുമ്പോ ഹൃദി വിക്ഷത, തന്നെ തന്നെ ഇങ്ങനെ സാക്ഷിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മഹർഷി.
തന്നിൽ തന്നെ ഇങ്ങനെ സാക്ഷിഭാവത്തോടെ നോക്കുകയാണ്. അപ്പോ ആഹാ, ഈ ശ്ലോകം എവിടുന്ന് വന്നു? തന്നെ കണ്ട് ആശ്ചര്യപ്പെടുകയാണ്. എവിടുന്ന് വന്നു? വേദമന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ ആദ്യമായത്രേ ലൗകികമായിട്ടൊരു ശ്ലോകം. പാദബദ്ധോ അക്ഷരസമഃ തന്ത്രീലയ സമന്വിതഃ ശോകാർത്തസ്യ പ്രവൃത്തോ മേ ശ്ലോകോ ഭവതു നാന്യഥാ. നല്ല പാദബദ്ധം. എഴുതി ഉണ്ടാക്കിയാൽ വരില്ല അല്ലേ? ആളുകൾക്ക് ഈ ഛന്ദസ് ശാസ്ത്രമൊക്കെ എഴുതി വെച്ച് 1, 2 മേലെ ഒരു വര ഇങ്ങനെ ഒക്കെ ഇട്ട് ഗുരു ലഘു ഒക്കെ ഇട്ടിട്ട് എണ്ണം ശരിയാക്കി ഒക്കെ കൂടെ കഴിയുമ്പോൾ ഒരു ആശാരിപ്പണി എടുത്ത മട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാൻ എഴുതിയ ഒരു കവിതയാണ് എന്ന് പറഞ്ഞു കൊണ്ടുപോയി കൊടുക്കുകയാണ്. എവിടെയൊക്കെ ഛന്ദസ് ചേരില്ലയോ അവിടെയൊക്കെ ചവൈതുഹി ചവൈതുഹി എന്നാണ് പറയുന്നത്. ചവൈതുഹി ചവൈതുഹി എന്ന് പറഞ്ഞാൽ ച വൈ തൂഹി. ഇതൊക്കെ എടുത്തിട്ട് ഈ നട്ടും ബോൾട്ടും പോലെ അവിടെ തിരുകയാണ് ഈ ഛന്ദസ് ചേരാൻ. വാൽമീകി അങ്ങനെയല്ല, വളരെ വളരെ മനോഹരമായി ശ്ലോകം ഇങ്ങനെ വരികയാണ്. പാദബദ്ധോ അക്ഷരസമഃ. നല്ല തമ്പുരുമേട്ടി പാടാം. തന്ത്രീലയ സമന്വിതഃ. ഇങ്ങനെയൊക്കെ അപ്പോ ഭരദ്വാജനാണ് ആ ശ്ലോകം ഏറ്റുവാങ്ങുന്നത്. ഈ വേദാധ്യയനം ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കൊരു മഹാസിദ്ധിയുണ്ട്. എന്ത് കേട്ടാലും അപ്പം അങ്ങോട്ട് പഠിച്ചു വെക്കുകൊണ്ടിരിക്കും. ഏകസന്തഗ്രാഹി എന്നാണ് പേര്. ഒരു പ്രാവശ്യം സന്ത മതി, ഉള്ളിലേക്ക് അങ്ങോട്ട് കയറും. കേട്ട് കഴിഞ്ഞാൽ ബൈഹാർട്ട്, ഒരു ഡിക്ഷണറി കൊടുത്താൽ ബൈഹാർട്ട് ചെയ്തോളൂ. മനസ്സിലാക്കി പഠിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, കാരണം പഴക്കില്ല. ഒക്കെ ഇങ്ങനെ സന്ത കേട്ട് തിരുവ ചൊല്ലി ആവർത്തി ചൊല്ലി ഉള്ളിൽ നിർത്തും ബലമായിട്ട്. അപ്പോൾ ഭരദ്വാജൻ ആ ശ്ലോകം അങ്ങനെ വാങ്ങിച്ചു. ഒരു പ്രാവശ്യം പറഞ്ഞതേ ഉള്ളൂ, വാങ്ങിച്ചു. തിരിച്ച് ആശ്രമത്തിലേക്ക് വരുമ്പോൾ ഭരദ്വാജൻ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ വാൽമീകി തന്നെ ആശ്ചര്യപ്പെട്ടു, ഇത് എങ്ങനെ വന്നു ഈ ശ്ലോകം, ഇത് എവിടുന്ന് സഞ്ജാതായി? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടതും വാൽമീകിയോട് പറഞ്ഞു രാമകഥ എഴുതും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആരംഭിച്ചത് രാമായണം. അപ്പൊ ഇതിന് ഭരദ്വാജൻ കാരണമാണ്. പക്ഷെ ഭരദ്വാജൻ ആ രാമകഥയൊക്കെ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ടെങ്കിലും രാമനെ എപ്പോഴാണ് കാണുന്നത്? രാമനെ കാണുക. രാമനെ കാണുമ്പോൾ ആശ്ചര്യത്തോടെ നോക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഒരു ഋഷി, ഒരു ക്ഷത്രിയ രാജകുമാരനാണ്. അതും സാമ്രാജ്യമൊക്കെ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ വലിയ ദുഃഖം വന്നിട്ട് കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അച്ഛൻ കാട്ടിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്ന ഒരു മകനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു മകനും അങ്ങനെ പോവില്ല ഇല്ലേ? കാട്ടിലേക്കല്ല, പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ അച്ഛൻ പോയാൽ മതി പറയും. അങ്ങനെയാണ് നല്ല മക്കള്. അങ്ങനെ ഒരു മകനും പോവില്ല. രാമൻ തന്നെ പറയുന്നുണ്ട്, എന്നെ പോലെ ഇനിയൊരു പുത്രൻ ജനിക്കില്ല എന്ന്. ന മദ്വിധോവാ പിതുഃ പുത്രഃ. എന്നെ പോലെ ഇനിയൊരു മകനൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ആള് കാട്ടിലേക്ക് വരുമ്പോ ഈ ഋഷി വിചാരിക്കുന്നത് നിശ്ചയമായിട്ടും ഒരു പൊളിറ്റിക്കൽ പ്രോബ്ലം നടന്നിട്ടുണ്ട്, എന്തൊക്കെയോ ടർബുലൻസ് നടന്നിട്ടുണ്ട്, മൊത്തത്തിൽ ഒരു വിഷമം ഉണ്ടാവും, ഒരു ദുഃഖം ഉണ്ടാവും. ഋഷിയുടെ കർത്തവ്യം എന്താണ്? അവർക്ക് സമാധാനം, ശാന്തി പറഞ്ഞു കൊടുക്കണം, നല്ല കാര്യങ്ങൾ വഴി കാണിക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് ഭരദ്വാജ മഹർഷി രാമലക്ഷ്മണ സീത അവർ 3 പേരെയും തൻ്റെ ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. പക്ഷേ രാമൻ ആ ആശ്രമത്തിൽ പ്രവേശിച്ചതോടുകൂടി ആശ്രമം അങ്ങനെ പൂത്തുവരിക്കും. ആശ്രമം ദിവ്യസുഗന്ധ പരിമളപൂരിതമായിട്ട് തീർന്നു. ഋഷി ഇങ്ങനെ ആശ്ചര്യമായിട്ട് നോക്കുകയാണ്. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ. ഒരു സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം മുഴുവൻ ആ രാജകുമാരനിൽ കാണുകയാണ്. ഒരു ബ്രഹ്മനിഷ്ഠന്റെ പ്രശാന്തി കാണുകയാണ്. സമുദ്രസ്യേവ ഗാംഭീര്യം സ്ഥൈര്യം മേരോരിവ സ്ഥിതിഃ അന്തഃശീതളതാ ച ഇന്ധോ. 3 കാര്യമാണ്. സമുദ്രം പോലെ ഒരു ഗംഭീര പ്രകൃതി,
സ്ഥൈര്യം മേരോരിവ സ്ഥിതി, നല്ല ദാർഢ്യം, മേരുപർവ്വതം പോലെ അചലമായ ഒരു നിഷ്ഠ. അത് മാത്രല്ല, അന്തശീതളത, ആ കണ്ണില് നല്ല ശീതളത, നല്ല തണുപ്പ്, നല്ല ശാന്തി. ജ്ഞാനികളുടെ ലക്ഷണം തന്നെ ശീതളതയാണ്. ഉള്ളില് പരമപ്രശാന്തി വന്നു കഴിയുമ്പോൾ മനസ്സാണ് കുക്കർ പോലെ ഇരിക്കുകയാണ്. പ്രാരബ്ധം കൊണ്ട് സാധനം കുക്കർ പോലെയാണ്. പലർക്കും ഉള്ളിൽ മാവൊഴിച്ചാൽ ഇഡ്ഡലിയായിട്ട് പുറത്തേക്ക് പോരും. അത്രയധികം താപമുണ്ട് ഉള്ളില് നമുക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ അന്തശീതളത, ഉള്ളില് നല്ല കുളിർമ. ജ്ഞാനം എന്ന് വെച്ചാൽ തന്നെ കുളിർമയാണ്. ഭഗവാൻ രമണ മഹർഷി അക്ഷരമണമാലയിൽ അരുണാചലേശ്വരൻ എടുത്തു പറഞ്ഞു, ചിത്തം കുളിര. എൻ്റെ ചിത്തം നല്ല കുളിർന്നു പോവാനായിട്ട് എൻ്റെ ശിരസിൽ കൈവച്ച് ആശീർവദിക്കുന്നതാണ്. ചിത്തം കുളിര ഗതിർ ഹസ്തം വൈത്ത് അമുതവായൈത്തിര അരുൺമതി അരുണാചല. എൻ്റെ ചിത്തം കുളിർന്ന് ബുദ്ധി ശീതളമായി. ബുദ്ധിയിലിങ്ങനെ ചിത്തവൃത്തികളാണ്, വിചാരം വിചാരം വിചാരം, പല വിധത്തിലുള്ള ചിന്ത, അതൊക്കെ പോയി ബുദ്ധി ശാന്തശീതളമാവാൻ ആശീർവദിക്കുന്നു. അപ്പോ ആ ഒരു ശാന്തി, ആ ശീതളത, സമുദ്രം പോലെയുള്ള അഗാധമായ സമുദ്രം എങ്ങനെ നിശ്ചലമായിട്ടിരിക്കും, അതുപോലെയാണ് രാമനെ ഭരദ്വാജൻ കാണുന്നത്. ആശ്രമത്തിൽ സത്കരിച്ചു ഇരുത്തി, ഇവിടെ തന്നെ താമസിക്കണമെന്ന് നിർബന്ധിച്ചു നോക്കി. രാമൻ പറഞ്ഞു, ഞാൻ ഇവിടെ താമസിച്ച നാട്ടുകാരിവിടെ വന്ന ആശ്രമം വെടുപ്പാക്കി തീർക്കും. വലിയ ദൂരമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അയോധ്യക്ക് അടുത്താണത്. അധിക ദൂരെ യാത്ര ചെയ്തിട്ടില്ല. നാട്ടുകാർക്ക് ഇപ്പൊ തന്നെ അവരെയൊക്കെ സരയൂ നദീ തീരത്തിൽ വിട്ടാക്കിയിട്ട് അവര് ഒരു ഭ്രമം കൊടുത്ത് വണ്ടി ഇങ്ങോട്ട് ഓടിച്ച് അങ്ങോട്ട് ഓടിച്ച് കാണാതെ പോന്നിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ അവരൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങോട്ട് പോരാൻ തുടങ്ങും. അതുകൊണ്ട് ഭരദ്വാജനോട് പറഞ്ഞു, എനിക്ക് ഏകാന്തമായിട്ട് താമസിക്കാൻ ഒരു സ്ഥലം കാണിച്ചു തരണം എന്ന്. അങ്ങനെ ഭരദ്വാജ മഹർഷി ചിത്രകൂടം കാണിച്ചു കൊടുക്കാം. വളരെ വളരെ അദ്ഭുതമായ സ്ഥലമാണ് ചിത്രകൂടം. നമുക്ക് കാശി പ്രയാഗിന്റെ അടുത്താണ്. അലഹാബാദ് എന്ന് പഴയ പേര് പറയുമ്പോൾ പ്രയാഗ്രാജ്, അതിന്റെ അടുത്താണ് ചിത്രകൂടം. വളരെ മനോഹരമാണ്. അവിടെ കാമതഗിരി എന്ന് പറഞ്ഞൊരു പർവ്വതമുണ്ട്. ആ പർവ്വതം പരമേശ്വരന്റെ സ്വരൂപമായിട്ട്, ശിവസ്വരൂപമായിട്ട് തന്നെയാണ് പറയുന്നത്. ആ പർവ്വതത്തിലാണ് രാമൻ താമസിച്ചതെന്ന് പറയും. അത് അരുണാചലത്തിനെ പോലെ, അതിന് ഗിരിപ്രദക്ഷിണമൊക്കെ ഉണ്ട്. പക്ഷെ അരുണാചലം പോലെയല്ല, ഈ 5 കിലോമീറ്ററേ ഉള്ളൂ. ആ 5 കിലോമീറ്റർ അത് പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വന്ന ആളുകളൊക്കെ പറഞ്ഞു, അരുണാചലം ഇങ്ങനെയാണെങ്കിൽ എത്ര നന്നായിരുന്നു. 5 കിലോമീറ്റർ ഒരു മണിക്കൂർ 1.25 മണിക്കൂറിൽ കാര്യം കഴിയും. അത് പോകുന്ന വഴിയിൽ ബസ്സും കാറും ഒന്നുമില്ല. അത് ചെറിയൊരു റോഡ് അതിൻ്റെ മാത്രമായിട്ട്. അപ്പോൾ ആ കാമതഗിരി, അവിടെ ഒരു നല്ല ഗുഹ, വലിയ ഗുഹ. ആ ഗുഹ ഈ ഹാളിനേക്കാളൊക്കെ വലുതാണ്. രാമൻ താമസിച്ചതെന്ന് പറയണ ഗുഹ പോയി കാണണം. അതിനകത്ത് സീതയ്ക്ക് താമസിക്കാനായി പ്രത്യേക സ്ഥലം, അതിനകത്ത് 2 കുളം ഗുഹയുടെ ഉള്ളിലുണ്ട്. ഒരു ചെറിയ ചെറിയ തീർത്ഥമുണ്ട്. അപ്പൊ ഗുഹയുടെ ഉള്ളിൽ തന്നെ സ്നാനമുണ്ട്, കാറ്റ് വരാൻ വേണ്ട. ഇതൊക്കെ വളരെ വളരെ ശാസ്ത്രീയമാണ്. വാൽമീകി കിഷ്കിന്ധ കാണ്ഡത്തിൽ രാമൻ ഇവിടെ താമസിക്കാൻ അന്വേഷിക്കണ ഗുഹ തന്നെ തണുപ്പാണ്. അതുകൊണ്ട് തണുപ്പടിക്കാത്ത വശം നോക്കിയുള്ള ഗുഹയാവണം, വെയിൽ വരണം, കാറ്റടിക്കണം. ഇതൊക്കെ നോക്കിയിട്ടാണ് ഗുഹകളൊക്കെ കണ്ടുപിടിക്കണം, താമസിക്കണം. ഒക്കെ വളരെ ശാസ്ത്രീയമാണ്. അപ്പൊ അങ്ങനെ ചിത്രകൂടത്തിൽ ചെന്ന് താമസിക്കാം. അപ്പൊ അങ്ങനെ ചിത്രകൂടത്തിൽ താമസിക്കുമ്പോൾ ഭരദ്വാജൻ കാണിച്ചു കൊടുത്തിട്ട് രാമൻ ഇങ്ങനെ ഗംഭീരമായ പ്രകൃതി കണ്ടു ഭരദ്വാജൻ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഭരദ്വാജനെ കാണിച്ചുകൊണ്ട് ലക്ഷ്മണനോട് പറഞ്ഞു, ഈ മുനി നമ്മളോട് എത്ര അനുകമ്പ കാണിക്കുന്നു, നമ്മൾ എത്ര ഭാഗ്യം ചെയ്തിരിക്കുന്നു. ഈ മുനി എത്ര അനുകമ്പ, വളരെ വളരെ ഹ്യൂമൻ ആണ്. ഒരു വശത്ത് അത്രയും ഗാംഭീര്യം, അവതാര പുരുഷനൊക്കെ പറയുമ്പോൾ മറ്റൊരു വശത്ത് മാനുഷികമാണ്. അവിടെ ചെന്നതും ലക്ഷ്മണനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറക്ക കരഞ്ഞു. എന്തൊരു വിഷമാണ് നോക്കൂ ലക്ഷ്മണൻ. നോക്കൂ, കൈകേയി കാട്ടിലേക്ക് അയച്ചപ്പോൾ ഒരു കംപ്ലൈന്റ് ഇല്ല അല്ലേ? ആ കഥ നമുക്കറിയാം.
പക്ഷേ അതേ ആള് ഇവിടെ വന്നിട്ട് ലക്ഷ്മണനോട് പറയാണ്, ഒരു സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ പോലെ ഒരു മകനെ കാട്ടിലേക്ക് അയച്ചു. പ്രമദായാഹ കൃതേ ത്യജേത് ഛന്ദാനുവർത്തിനം പുത്രം താതോ മാമിവ ലക്ഷ്മണ. എന്തിനാ അത് പറയണെന്ന് വെച്ചാൽ നീ തിരിച്ചു പോകൂ. അവിടെ കൗസല്യ അമ്മയൊക്കെ വളരെ വിഷമിക്കുന്നുണ്ടാവും, നീ പോയിട്ട് അവരെയൊക്കെ നോക്കൂ എന്നൊക്കെ പറയാണ്. ഇതൊക്കെ ഭരദ്വാജൻ കണ്ടിട്ടുണ്ടാവണം. അദ്ദേഹത്തിന് ഇത്തിരി കൺഫ്യൂഷനായി. നമ്മള് കണക്ക് തെറ്റിയോ അല്ലേ? നമ്മള് ജ്ഞാനികളുടെ അടുത്തൊക്കെ പഴകുമ്പോഴും നമ്മളിപ്പോ പലപ്പോഴും പറഞ്ഞല്ലോ, രാവിലെയൊക്കെ അവരെ ബ്രഹ്മമായിട്ട് കാണുന്നത്. പക്ഷേ നമ്മൾ അടുത്ത് പഴകി കഴിഞ്ഞ് ചന്ദനക്കാട്ടിലിരുന്ന ചന്ദനം വിറകാണ്. കുറെ കഴിയുമ്പോൾ എന്താവും, നമ്മൾ അവരുടെ ഹ്യൂമൻ സൈഡ് കാണും. ഹ്യൂമൻ സൈഡ് കാണുമ്പോൾ നമ്മൾ കൺഫ്യൂസ് ആവും. അവരും എല്ലാവരും നമ്മളെപ്പോലെ അവരും ഉണ്ണുന്നുണ്ട്, നമ്മളെപ്പോലെ അവരും ഉറങ്ങുന്നുണ്ട്, നമ്മളെപ്പോലെ അവരിലും പലതും കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എന്താന്ന് വെച്ചാൽ അതല്ലാത്ത തുരീയ തലം ഒന്നുണ്ടല്ലോ, അത് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോയി കിടക്കും. അതിന് വലിയ വിലയൊന്നും ഇല്ലാത്ത പോലെ പോയി പോകും. അപ്പോ ഭരദ്വാജന് ചെറിയൊരു ചാഞ്ചല്യം വന്നു. പക്ഷേ രാമനെ അവിടെ വിട്ടാക്കിയിട്ട് അവിടെ നിന്ന് തിരിച്ചു നടന്ന് കുറച്ചു ദൂരം പോയപ്പോണ്ട് ഒരു AC റൂമിന്ന് പുറത്ത് ചൂട്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതുപോലെ ഒരു പരമപ്രശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വേറെ ഒരു തലത്തിലേക്ക് വന്ന, ഉഗ്രമായ ഒരു തലത്തിലേക്ക് വന്ന ഒരു പ്രതീതി തോന്നി. അപ്പോഴാണ് ഭരദ്വാജൻ നേരെ വാൽമീകിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. വാൽമീകിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, എന്താണ് രാമന്റെ രഹസ്യം? എന്താണ് വാസ്തവത്തിൽ രാമൻ? ഈ കാണുന്ന ശരീരമാണ്? രമണ മഹർഷിയുടെ അടുത്ത് അങ്ങനെ ഒരു സന്യാസി ചോദിച്ചു. ഒരു മലയാളത്തിലെ ഒരു ശ്ലോകം എഴുതി, ആരാണ് അറിവാനൊരു കുതുകം മമ ഹൃദയേ ഗുരു മഹിമ, ഹരിയോ ശിവഗുരുവോ യതിവരനോ അറിവാനൊരു കുതുകം മമ ഹൃദയേ ഗുരു മഹിമ എന്ന് മലയാളത്തിലെ ഒരു കടലാസിൽ എഴുതി മഹർഷിയുടെ മുമ്പിൽ വെച്ചു. അമൃതനാഥയതീന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ചിലർ പറയണു അദ്ദേഹം നാരായണ ഗുരുസ്വാമിയുടെ ശിഷ്യനാണെന്ന്. ആ കടലാസ് മഹർഷി നടക്കാൻ പോയി തിരിച്ചു വന്ന ആ കടലാസ് എടുത്ത് അതിന്റെ പുറകെ എഴുതി, ഹരി, സുബ്രഹ്മണ്യൻ, ശിവൻ, എന്തൊക്കെ പേര് പറയണു, എല്ലാവരുടെ ഉള്ളിലും പ്രകാശിക്കുന്ന ആത്മാവാണ് രമണൻ. ആ രമണനെ അറിയണമെങ്കിൽ നീ പുറത്തിങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഈ കണ്ണുകൊണ്ട് കാണുന്ന രൂപമല്ല, നിന്റെ ഉള്ളില് ആഴ്ന്ന് അന്വേഷിച്ച്, അഗാധ തലത്തിൽ ചെന്ന് അന്വേഷിച്ച്, താൻ ആരാണെന്ന് അന്വേഷിച്ച് തന്റെ സ്വരൂപം അറിഞ്ഞാൽ രമണനെ അറിവാം വിഴി തിറവായി നിജം അറിവായി അത് വെളിയാം. അറിവാകുന്ന കണ്ണ് തുറക്കുക, സത്യം അറിയുക. അത് വെളി എന്ന് വെച്ചാൽ അത് ആകാശമാണ്, അത് ചിദാകാശമാണ്, അത് അതിരറ്റ വരമ്പില്ലാത്തതായ അനന്തതയാണ്, ഭൂമാവാണ്. ആ സത്യത്തിനെ നീ നിന്നിൽ അറിയുക. അപ്പോ പുറമേക്ക് കണ്ടിട്ടൊന്നും അധികം അറിയാനൊക്കില്ല എന്നാണ്. അങ്ങനെ കണ്ടു, രാമനെ കണ്ടു കഴിഞ്ഞു. ഭരദ്വാജൻ ആശ്ചര്യപ്പെടുകയാണ്. ആ ഭൂമാവിനെ കണ്ടു, അനന്തതയെ കണ്ടു. ആ ഒരു അല്പത്തിന്റെ ഉള്ളിൽ അനന്തതയെ കണ്ടു, വ്യക്തിത്വത്തിന്റെ ഉള്ളിൽ അഖണ്ഡത്തിനെ കണ്ടു. ആ ഒരു ഭാവം ഋഷിയാണ്, ഋഷിക്ക് അറിയാം, ഈ സ്ഥിതി അറിയാം. അദ്ദേഹം മുനിർ ദിവ്യേന ചക്ഷുഷ എന്നാണ് പറയുന്നത്. ദിവ്യചക്ഷുസ്സുള്ള ആളാണ്, തപോധനനാണ്. അപ്പൊ ഭരദ്വാജന് ആശ്ചര്യം എന്താന്ന് വെച്ചാൽ, കാട്ടിലിരുന്ന് തപസ് ചെയ്ത് ഇന്ദ്രിയ നിഗ്രഹം, മനോനിഗ്രഹം, ജ്ഞാനനിഷ്ഠയ്ക്ക് ശ്രമിക്കുന്നവർക്കറിയാം ഇതിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന്. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോ നാട്ടിലെ ഒരു രാജകുമാരൻ സകല പ്രശ്നങ്ങൾക്ക് നടുവിലും, രാഷ്ട്രീയത്തിന് നടുവിലും, സകല ബുദ്ധിമുട്ടുകൾക്ക് നടുവിലും, അതും വലിയ രാഷ്ട്രീയ കലാപം കഴിഞ്ഞിട്ടാണ് പോരുന്നത്. ചെറിയൊരു കലാപമല്ല, നാട് മുഴുവൻ ഇളകി കൂടെ പുറപ്പെട്ട് ഇപ്പൊ അടുത്ത് വരെ വന്നിട്ട് പോയിരിക്കുകയാണ്. അത്രയും വലിയൊരു കലാപം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കാട്ടിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോ ഉണ്ടല്ലോ വളരെ പ്രശാന്തമാണ്, ശാന്തനാണ്, ഒരു മുനിയെ പോലെ ഇരിക്കുന്നു, ഒരു ബ്രഹ്മനിഷ്ഠനെ പോലെ ഇരിക്കുന്നു. അപ്പോഴാണ് ഭരദ്വാജൻ ചോദിക്കുന്നത്, എന്താണ് ഈ രഹസ്യം? വാൽമീകിയോട് ഭരദ്വാജൻ ഈ ചോദ്യം ചോദിക്കുകയും
അതിന് ഉത്തരം വാൽമീകി പറയുകയും ചെയ്യുന്നതാണ് വാസിഷ്ഠ രാമായണം. അതിലേക്ക് നമ്മൾ പ്രവേശിക്കാം. രാമകഥയുടെ സാരം ഇതിനെ വാസിഷ്ഠ രാമായണമെന്നും ജ്ഞാനവാസിഷ്ഠമെന്നും പല പേര് പറയും. നമ്മൾ നിർവാണ രാമായണം എന്ന് പറയണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാൽമീകിയുടെ രാമായണത്തിനെ ഇവിടെ ചേർത്തി വാസിഷ്ഠത്തിനെയും ചേർത്തി ഈ കഥാഭാഗങ്ങൾ രണ്ടും കൂടെ ഇണക്കി ചേർത്തു. ഇതിൻ്റെ കൂടെ നിർവാണം എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം, ആത്മജ്ഞാനം എന്നർത്ഥം. ഈ ആത്മജ്ഞാനത്തിനെ ഉപന്യസിക്കുകയാണ്. ആത്മജ്ഞാനമാണ് ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത്. പൂർണ്ണത്വം നമുക്ക് സഹജമാണ്, സ്വാഭാവികമാണ്, നമ്മളുടെ സ്വരൂപമാണ്. സ്വാഭാവികമായ സഹജമായ നമ്മളുടെ പൂർണ്ണത്വത്തിനെ അറിയുന്നതാണ് ജ്ഞാനം. നമ്മളെ ശരീരമാണെന്ന് ധരിച്ചിരിക്കുമ്പോൾ നമ്മളുടെ ലിമിറ്റഡ് ഇൻഡിവിജ്വാലിറ്റി, ഉപാധി, നമ്മളുടെ ശരീരം, നമ്മളുടെ വ്യക്തിത്വം, ഇത് മാത്രമാണ് ഞാനെന്ന് അറിയുമ്പോൾ നമ്മൾ വളരെ വളരെ ശോചനീയരാണ്. കാരണം ഇവിടെ ജീവിക്കും, പലവിധ വ്യാധികൾ വരും, കുറെ പണിയെടുക്കണം, കുറച്ച് സമ്പാദിക്കണം, കല്യാണം കഴിക്കണം, കുട്ടികൾ ഉണ്ടാവും, അവരുടെയൊക്കെ പ്രാരബ്ധങ്ങളൊക്കെ കണ്ട് ടെൻഷൻ അടിക്കണം, നമുക്ക് ജീവിക്കണം, പലവിധ ദുഃഖങ്ങൾ അറിയാലോ നമുക്ക്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ളതാണ്. ഇതാണ് ജീവിതമെങ്കിൽ ഇവിടെ ഇറങ്ങിപ്പോകുന്നത് നമ്മൾ വളരെ ശോചനീയരാണ്. വളരെ വിഷമം പിടിച്ച ഒരു കാര്യത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളെ ഇറക്കി വിട്ടിരിക്കുന്നത്. പഴയ പാട്ടുണ്ടല്ലോ, എന്താണത്? നരകവാതിൽ നടുവിൽ ഞാൻ, നരകത്തിൽ നിന്നും കരകേറ്റേണമേ തിരുവയ്ക്കം വാഴും ശിവശംഭം. അല്ലേ? നരകത്തിന്റെ നടുക്കാണ് വന്ന് ഇറങ്ങണത്. ഒരു നഗരത്തിന്റെ നടുക്കാണെങ്കിലും പലപ്പോഴും അത് നരകത്തിന്റെ നടുക്ക് വന്നിറങ്ങുന്ന പോലെയാണ്. പലവിധ ദുഃഖങ്ങളും വിഷമങ്ങളും കൽമഷങ്ങളും ഒക്കെ കൊണ്ടുള്ള ഒരു ജീവിതത്തിന്റെ നടുക്ക്. അതാണ് കൂട്ടസ്ഥം എന്ന് പറയുന്നത്. കൂട്ടം എന്ന് വെച്ചാൽ തന്നെ കൽമഷം എന്നർത്ഥം. വേറെ അർത്ഥമുണ്ട്. ഒരർത്ഥം അതാണ്. കൂട്ടം, ജിംഹം, അനർത്ഥം, കള്ളം, കാപട്യം, പലവിധ വിഷമങ്ങൾ, ഇതുകൊണ്ടൊക്കെ പരസ്പരം വിഷമത്തിന്റെ നടുക്കാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. നമുക്ക് ഈ ജ്ഞാനത്തിന്റെ ബലമില്ലെങ്കിൽ, യോഗത്തിന്റെ പാലമില്ലെങ്കിൽ, സത്സംഗത്തിന്റെ താങ്ങില്ലെങ്കിൽ തകർന്നു പോയി പോകും, തരിപണമായി പോകും. അപ്പോ അത്തരത്തിലുള്ള ഒരു സ്ഥിതിയിൽ ഈ ലോകത്തിൽ ഇറങ്ങി വന്നിരിക്കുമ്പോൾ ഇതിന് ആശ്രയമായിട്ടുള്ളത് ഈ അറിവാണ്. വസിഷ്ഠൻ ഉപദേശിച്ചത് കൊണ്ടാണ് ഇതിനെ വാസിഷ്ഠം എന്ന് പറയുന്നത്. ഉപദേശം ജ്ഞാനമാണ്, പക്ഷെ യോഗവാസിഷ്ഠം എന്നാണ് പേര്. ജ്ഞാന യോഗമാണ്. ജ്ഞാനം വെറുതെ പുസ്തകത്തിൽ മാത്രമേ ഇരുന്നാൽ നമുക്ക് പ്രയോജനപ്പെടില്ല. അത് നമ്മളില് യോഗമായിട്ട് തീരണം, എന്ന് വെച്ചാൽ അനുഭവമായിട്ട് തീരണം. നമ്മൾക്ക് ദുഃഖത്തിന് അറുതി വരുത്താനുള്ള മരുന്നായിട്ട് തീരണം. ഇത് മുഴുവൻ മരുന്നാണ്. ഈ വിദ്യയൊക്കെ മരുന്നാണ്. ഇത് മരുന്നാണത്. മരുന്ന് കൊടുക്കലാണ് പരിപാടി. ബുദ്ധൻ പലപ്പോഴും പറയുന്നത് ഞാൻ ഒരു വൈദ്യനാണ്. അതുകൊണ്ടാണ് ഈ അഷ്ടാംഗഹൃദയകാരൻ അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ എന്ന് പറഞ്ഞു. അപൂർവ വൈദ്യന് നമസ്കാരം എന്നാണ്. എന്താണ് അപൂർവ വൈദ്യൻ? എന്താ ആ വൈദ്യൻ ചെയ്യണതെന്ന് വെച്ചാൽ രാഗദ്വേഷങ്ങളെ ഇല്ലാതാക്കുകയാണ്. അതാണ് ആ വൈദ്യൻ ചെയ്യുന്നത്. ആ വൈദ്യന്റെ ചികിത്സ ശരീരത്തിലല്ല, മനസ്സിലാണ്. രാഗദ്വേഷങ്ങളെ ഇല്ലാതാക്കുന്ന ആ വൈദ്യന് നമസ്കാരം. രാഗാദി രോഗാണ് സതതാനുഷക്താണ് അശേഷകായ പ്രസൃതാന ശേഷാന് ഔത്സുക്യമോഹ അരതിതാൻ ജഘാന അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ. ആ അപൂർവ വൈദ്യന് നമസ്കാരം. അപ്പൊ അപൂർവ വൈദ്യനാണ് ആര്? ഗുരു, ആചാര്യൻ, ഒരു ജീവൻ മുക്തൻ. ഈ ബ്രഹ്മവിദ്യയാണ് മരുന്ന്. രമണ മഹർഷി പറഞ്ഞു അരുണാചലം മരുന്നാണെന്നും. മലൈ മരുന്തിട നീ മലൈത്തിടവോ അരുൾ മലൈ മരുന്നായി ഒളിർ അരുണാചലൻ. പൈത്തിയ മരുന്നായി പാറൊളിർ അരുണ പർവ്വത ഒരു പെരും പരനെ. ആ മലയെ എന്തു പറഞ്ഞു? പൈത്തിയ മരുന്ന് എന്നാണ്.
പൈത്യം എന്താ? അവിദ്യ, അജ്ഞാനമാണ് പൈത്യം, ഭ്രാന്ത്. ഭ്രാന്തല്ലാതെ പിന്നെ എന്താ പറയാ അല്ലേ? നമ്മൾ കാണിച്ചു കൂട്ടി നോക്കുന്നു, വിട്ടു നിന്ന് നോക്കിയാ ഭ്രാന്തന്മാർക്ക് പോലും ലജ്ജ തോന്നും. ഭ്രാന്തന്മാർക്ക് പോലും ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ല. ഭ്രാന്തന്മാര് പോലും ലജ്ജിച്ചുകളെ. അപ്പോ അവർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സമാധാനമുണ്ട്. ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് നാട്ടിലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടില്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ ഒരു ഭ്രാന്തി ഉണ്ടായിരുന്നു. അവര് വരും കേട്ടോ, അവരുടെ പേരിപ്പം ഞാൻ പറയണില്ല. അവർ വരും, പിടിച്ചോണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് അവർ ഇടയ്ക്കിടയ്ക്ക് വരും. ഗ്രാമത്തിൽ വന്ന് അവർ ഡാൻസൊക്കെ കളിക്കും, ഞങ്ങൾ പേടിക്കും. അവരെയൊക്കെ കാണിച്ച് പേടിപ്പിക്കും. പറഞ്ഞാൽ കേട്ടിട്ടില്ലെങ്കിൽ പേടിപ്പിക്കാൻ വലുതും വേണ്ടേ? അപ്പോൾ ഈ ഭ്രാന്തിയൊക്കെയാണ് കാണിച്ച് പേടിപ്പിക്കുക. അപ്പോൾ ഈ കുട്ടിക്കാലം മുതൽ നമ്മൾ കണ്ട് പേടിച്ചിരിക്കുന്നത് ഇവരെയാണ്. ഇത് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് 10-20 വർഷം കഴിഞ്ഞിട്ട് ഞാനൊരു സ്ഥലത്ത് പ്രഭാഷണം. അപ്പോൾ അവിടെ ആരുമില്ല. ഉച്ചയ്ക്ക് 3 മണിക്കാണ് പ്രഭാഷണം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു നടരാജൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയി കഴിഞ്ഞു. അദ്ദേഹമാണ് വിളിച്ചുകൊണ്ട് പോയി, സ്വാമി വരണം എന്ന് പറഞ്ഞു. പോകുമ്പോൾ ആരുമില്ല. സ്വാമി തുടങ്ങിക്കൊള്ളും, ആളുകൾ വരും. ഇങ്ങനെയൊക്കെയാണേ, ഇതുപോലെയൊന്നും അല്ല. ഇന്നലെ ഇപ്പോൾ കാലടി പോയപ്പോൾ ഞാൻ പറഞ്ഞു, കാലടിയിൽ ആ സ്തൂപത്തിൽ കാണിച്ചിട്ട് പറഞ്ഞു, ഉച്ചയ്ക്ക് 3 മണിക്ക് അവിടെ ഒരു വെങ്കട്ടരാമയ്യരുണ്ടായിരുന്നു. അദ്ദേഹം പറയും, ഇവിടെ ഇരുന്ന് നിങ്ങൾ പറഞ്ഞുകൂടാന്ന്. ആരുമില്ലല്ലോ, എല്ലാവരും കേട്ടോളുന്നു. ചുറ്റും ഇതിലുള്ളവരൊക്കെ കേട്ടോളൂ. ആ മൈക്കും വെച്ച് ഞാൻ മാത്രം, അദ്ദേഹമെങ്കിലും ഇരിക്കുമോ, അദ്ദേഹത്തിന് മലയാളം മനസ്സിലാവില്ല. അദ്ദേഹം ഇവിടെ ഓൺ ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ പോകും, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ എന്താ പറഞ്ഞു വന്ന് അപ്പോൾ ഈ ഭ്രാന്തി. അപ്പോൾ അവര് ഈ 3 മണിക്ക് സത്സംഗം തുടങ്ങി ഞാൻ കണ്ണടച്ച് നമ്മളുടെ ധ്യാന ശ്ലോകമൊക്കെ കഴിഞ്ഞ് കണ്ണ് തുറക്കുമ്പോൾ ചെയറിൽ മുമ്പിൽ ഇവരാണ് ഇരിക്കുന്നത്. 3 ചെയറിൽ കൈ വെച്ചിട്ട് ഗംഭീരമായിട്ട് നെറ്റിയിലൊരു ചന്ദനം. കുട്ടിക്കാലം മുതൽ ഞങ്ങളെ പേടിപ്പിച്ചതാണ് ഇവരെ പറഞ്ഞിട്ട്. അപ്പോൾ ഏകമേവ അദ്വിതീയം, അവർ മാത്രമാണ് മുമ്പിലിരിക്കുന്നത്. പിന്നെയാണ് 5-6 ആളുകൾ പുറകെ വന്ന് കൂടിയത്. അപ്പോൾ പിന്നെ അപ്പോൾ ഭയമൊന്നുമില്ല, നമുക്ക് ഭയമൊക്കെ പോയി കഴിഞ്ഞു എന്ന് വെച്ചോളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സത്സംഗമൊക്കെ കഴിഞ്ഞ് അവര് വളരെ ഭക്തിയോടുകൂടി ഒരു 10 രൂപയൊക്കെ കൊണ്ടുവന്ന് മുമ്പിൽ വെച്ച് നമസ്കരിച്ചിട്ട് പറഞ്ഞു, സ്വാമി മുമ്പേ എനിക്ക് നല്ല ഭ്രാന്തായിരുന്നു, ഇപ്പോ അതൊക്കെ മാറിയിരിക്കണം എന്ന് പറഞ്ഞു. ഈ കൂട്ടിക്കൊണ്ടുപോയ ഒരാൾ അടുത്ത് വന്ന് നിന്നിട്ട് സ്വാമിക്ക് അറിയുമോ ചോദിച്ചു. ഡാ നീ എന്നെ പറഞ്ഞു കൊടുക്കട്ട, എന്നെ നാട്ടുകാർ മുഴുവൻ അറിയും എന്ന് പറഞ്ഞു. അപ്പോൾ അവര് മുഴുവനും, അപ്പോൾ മുമ്പിൽ അവർക്ക് ഭ്രാന്തൊക്കെ മാറി സത്സംഗമൊക്കെ ആയിട്ട് ചന്ദ്രക്കുറിയൊക്കെ ആയിട്ട് മുമ്പിൽ നല്ല ഭക്തിയായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ പറയാം, പക്ഷെ ഭ്രാന്ത് മാറാനുള്ള മരുന്നാണത് ഈ വിദ്യ. ഭ്രാന്തിനുള്ള മരുന്ന്. ഭ്രാന്തം എന്ന് വെച്ചാൽ ഭ്രാന്ത്, ഭ്രമം എന്ന് വെച്ചാൽ മോഹം എന്നർത്ഥം. മോഹമാവുന്ന കള്ളു കുടിച്ചിരിക്കുകയാണെന്നാണ് ഭർത്തൃഹരി പറയണത്. ഈ തമിഴ്നാട്ടിലൊക്കെ നോക്കുക, ഭ്രാന്തിക്കടൈ എന്നിട്ടുണ്ടാവും. തമിഴിലെ ഭ്രാന്തിക്കടയാണ്, അതവര് ഭ്രാന്തിക്കടൈ. അത് എങ്ങനെ വായിച്ചാലും അതെങ്ങനെ തന്നെ വരുള്ളൂ. അപ്പോൾ അത് ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ എള്ളോളം പള്ളയിൽ ചെന്നാൽ ഭൂലോകം തരികിട്ട തകൃതയായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ളിൽ ചെല്ലുമ്പോൾ ലോകം അങ്ങോട്ട് തലകീഴായിട്ട് മറിഞ്ഞു പോകും. ഈ വിഭ്രാന്തിക്ക് കാരണമായ അവിദ്യ, മോഹം, അതാണ് ഈ അജ്ഞാനം കൊണ്ട് ഉണ്ടാവണത്. അപ്പൊ ഇത്രയൊക്കെ അതങ്ങോട്ട് നീക്കം ചെയ്യാനുള്ള അറിവ്, ഈ ശുദ്ധമായ ജ്ഞാനം, ആത്മജ്ഞാനം. അദ്വൈതം, ദ്വൈതം, വിശിഷ്ടാദ്വൈതം എന്നൊന്നും പറയണ്ട, ആത്മജ്ഞാനം അതെല്ലാവർക്കും സമമാണ്. ആശ്ചര്യമായിട്ട് നിങ്ങളൊന്ന് മധ്വസമ്പ്രദായത്തിലുള്ള ഒരു ഗുരുവിനെ സമീപിച്ച് നോക്കിയാലും നിങ്ങൾക്ക് സംശയം തോന്നും, എന്താ വ്യത്യാസം? നമ്മൾ പറയണത് തന്നെയാണോ അവർ പറയണത്? ശരീരം ഞാനല്ല, ഞാൻ എന്താണ്, എൻ ആത്മാവാണ്. അത് മധ്വനും പറയും. അപ്പോൾ അവസാനം ഇതിന് ശേഷം 2 ആണോ 3 ആണോ എന്നാണ്, അതിലിപ്പോൾ നമുക്ക് ആവശ്യമില്ലല്ലോ.
നമുക്ക് വേണ്ടത് ആത്മവിദ്യയാണ്. ഞാൻ എന്താണ്, എൻ്റെ സ്വരൂപം എന്താണ്, എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് ആരാഞ്ഞ് അവനവൻ്റെ സ്വരൂപത്തിനെ ശുദ്ധ ചൈതന്യമായിട്ട്, അഖണ്ഡമായ പ്രജ്ഞയായിട്ട്, അറിവായിട്ട്, ബോധമായിട്ട്, ഉള്ളില് സാക്ഷാത്തായ അപരോക്ഷമായി അറിയുന്ന യോഗത്തിനെ രാമന് വസിഷ്ഠൻ ഉപദേശിച്ച ആ ഒരു സംഭവം, ആ ഒരു വൈഭവത്തിനെ വാൽമീകി ഭരദ്വാജ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് വാസിഷ്ഠം. ഭൂമിയിൽ ഇതുപോലൊരു വിദ്യയില്ല എന്നാണ് പറയുന്നത്. ദിവി ഭൂമൗ തഥാകാശേ ബഹിരന്തശ്രമേ വിഭുഃ യോ വിഭാതി അവഭാസാത്മാ തസ്മൈ സർവാത്മനേ നമഃ. അഹം ബദ്ധോ വിമുക്തസ്യാമിതി യസ്യാസ്തി നിശ്ചയഃ നാത്യന്തമജ്ഞോ നോ തജ്ഞഃ സോസ്മിൻ ശാസ്ത്രേ അധികാരവാൻ. ഈ ശ്ലോകം മുതൽ നാളെ രാവിലെ നമ്മൾ തുടങ്ങി പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ജാനകീകാന്തസ്മരണം. ഹര നമഃ പാർവതീപതയേ. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം